ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 പുതുവർഷ ഫലമാണ്. നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടന്നത് പുത്തൻ ഒത്തിരി പ്രതീക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് പുതുവർഷ ഫലം എന്ന് പറയുക അല്ലെ. അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത്. വർഷഫലം കിട്ടിയതിന് ശേഷം പിന്നീട് മാസഫലം നൽകുന്നതും നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ പീസസ് ആക്കണം. അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ, ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട്. പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. നമുക്ക് ഫലം നോക്കുന്നത് നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ. രണ്ടും കൂടി നോക്കുന്നതാണ് നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ലഗ്നം എവിടെയാണ് നിൽക്കുന്നത്, അതിനെ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പ്രഡിക്ഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ആക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. മേടരാശി അശ്വതി ഭരണി കാർത്തിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത്. അപ്പൊ മേടരാശി ജനിച്ചവർക്ക് ഈ ഒരു 2025 എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക നമുക്ക് നോക്കാം. അപ്പം മേടരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2025 മാർച്ചിൽ നമുക്ക് ഏഴരശനി തുടങ്ങുകയാണ് അല്ലെ. അതുപോലെ തന്നെ 11-5 രാഹു കേതുക്കൾ ട്രാൻസിറ്റ് വരുന്നുണ്ട്. ഗുരുവിന്റെ രാശിമാറ്റം വരുന്നുണ്ട്. 2-ൽ നിന്ന് വ്യാഴം 3-ലേക്ക് വരുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ്യിലേക്ക് എന്താണ് രാശിമാറ്റം നടക്കുന്നത്. നമുക്ക് വളരെയധികം എന്താണ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രാശിമാറ്റമാണ് അല്ലെ. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഒക്കെ രാശിമാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മാർച്ച് ഏപ്രിൽ മെയ് നടക്കുന്ന രാശിമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ആണ് അല്ലെ. സോ നമ്മളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുണ്ട്. അപ്പം ഈ ഒരു മേടരാശിക്കാര് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കറിയാം ഈ ഏഴരശനി തുടങ്ങുന്നതെന്ന് വെച്ചാൽ 3 കാറ്റഗറി ആൾക്കാരുണ്ടാവും. ആദ്യമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും ഏഴരശനി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവരെന്ന് പറയുന്ന ഒരു 25-ന് താഴെ നിൽക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പൊ നോർമലി എന്താണ് സ്റ്റുഡൻസ്, വിവാഹത്തിന് നോക്കുന്നവര്, വിദേശ യോഗങ്ങൾ നോക്കുന്നവര്, പിന്നെ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കുന്നത്. സോ ഈ ഒരു സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെ. ഈ സമയത്ത് കൂടുതലും നമ്മൾ പറഞ്ഞു പഠിക്കുന്നവരൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ടെസ്റ്റ് ടൈമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് ടൈമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആദ്യത്തെ തവണ നമുക്ക് ഏഴരശനി വരിക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതൊരു ടെസ്റ്റ് ടൈമാണ്. ഇതൊരിക്കലും മോശ സമയമല്ല. കാരണം നമുക്കറിയാം ഒരു വാഹനം എടുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, എന്നിട്ട് നമുക്ക് സ്മൂത്ത് ആണ് ഇതൊക്കെ നമ്മൾ നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണിത്. സോ ഈ ടൈമിൽ നമ്മൾ പാസ്സായാൽ നമുക്ക് നല്ല രീതിയിലൊരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സഹായിക്കും. സോ ടെസ്റ്റ് ടൈമാണ്. സോ ഇവിടെ നമുക്ക് പേടി ആവശ്യമില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് ഫുൾ കപ്പാസിറ്റി നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റും അല്ലെ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് അതിന്റെ സ്മൂത്ത്നെസ് നോക്കും അല്ലെ. അവർ പറയുന്ന സെക്കൻഡിൽ വണ്ടി 100-ലേക്ക് എത്തുന്നുണ്ടോ അല്ലെ 120-ലേക്ക് എത്തുന്നുണ്ടോ നമ്മൾ നോക്കും. അത് എങ്ങനെയുണ്ട്, നമ്മുടെ ഓരോ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സസ്പെൻഷനൊക്കെ എങ്ങനെയുണ്ട്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്, നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, നമുക്ക് ഓടിക്കുമ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ശനി നമ്മൾ ടെസ്റ്റ് ചെയ്യും. സോ ഈ ടെസ്റ്റ് ടൈം പ്രോപ്പറായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കാരണം ടെസ്റ്റ് ടൈമാണ്. നമ്മൾ നന്നായിട്ട് പണിയും അല്ലെ, നമ്മളെ നന്നായിട്ട് അളിയിക്കും. നമ്മൾ നല്ല രീതിയിൽ എന്താണ് ഒന്നും നടക്കുന്ന അടുത്തൊക്കെ ചിലപ്പോൾ 10-100 തവണ നടക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇതൊന്നും അടുക്കാതെ നമ്മുടെ ആ എനർജി, നമ്മുടെ ആ ഒരു
പോസിറ്റീവ് മൈൻഡ് നിലനിർത്തി ആ ഒരു എനർജറ്റിക്, നമുക്കറിയാം മേടന്റെ രാശി എന്ന് പറയുന്നത് വേഗതയുള്ളവരാണ് അല്ലെ. സോ ആ വേഗതയൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ശനി പണി തരും ആർക്കാണല്ലോ, മടി പിടിച്ച് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പരിശ്രമിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർക്ക്, ഇവർക്കൊക്കെ പണി തരും. ആദ്യമേ പണി തരുന്നത് നിങ്ങൾക്കായിരിക്കും. എന്നുവെച്ചാൽ ഒരു ശ്രദ്ധയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. മേടരാശി ജനിച്ചവര് ഇവരെ ശനി നോട്ട് ചെയ്ത് പണി തരും, തുടക്കത്തിലെ പണി തന്നുണ്ട്. സോ എന്താണ് ആ ഒരു പണി വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കണം, ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ശ്രദ്ധ ഉണ്ടാവണം. ഈ ശ്രദ്ധയും നമ്മുടെ ഒരു പേഷ്യൻസോടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സക്സസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഘട്ടം, നമ്മുടെ ജനിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ തവണ വീണ്ടും ഏഴരശനി വരുന്നവര്. ഇനി വരുമ്പോൾ ഏകദേശം ഒരു 25 വയസ്സ് 26 വയസ്സിന് മുകളിലേക്കും ഒരു 55 വയസ്സും താഴത്തോട്ടുമായിട്ടുള്ളവർക്കാണ് എന്താ ഈ രണ്ടാം വട്ടം ശനി വരിക എന്ന് പറയുന്നത്. നമുക്കറിയാം ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ജന്മശനിയൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ശരിക്കും നമുക്ക് നല്ല ഗ്രോത്ത്, വളർച്ച നൽകുന്ന ശനിയായിരിക്കും രണ്ടാമത്തെ തവണ ഏറെ ശനി വരുന്നത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമുക്ക് ഈ വ്യാഴത്തിന്റെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ടാമത്തെ വട്ടം ശനി വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാത്രം ദുഃഖിക്കേണ്ട ആവശ്യമോ നിങ്ങൾക്ക് ഒത്തിരി വിഷമിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അതപ്പം 25 മുകളിലോട്ട് പറയുമ്പം കുറച്ചു പേരൊക്കെ പഠിക്കുന്നവരുണ്ടാവാം, കുറെ പേര് വിവാഹം, കാരണം വിവാഹത്തിന് ഏകദേശം ടൈമാണ് 25 to 55 എന്ന് പറയുമ്പോൾ വിവാഹ കാര്യങ്ങൾ, ജോലി അന്വേഷിക്കുന്നവര്, വിദേശത്ത് പോകാൻ നോക്കുന്നവര്, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കാനുള്ള ടൈമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് നല്ല ടൈം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് നൽകുന്ന ഓരോ കാര്യങ്ങളാണ്. സോ അത് മനസ്സിലാക്കി കൃത്യമായി പ്രോപ്പറായി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. സോ ഈ ടൈം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമോ വിഷമിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ വേഗത. ഞാൻ പറഞ്ഞു മേടരാശി എന്ന് പറയുമ്പോൾ ഇച്ചിരി വേഗതയുള്ളവരാണ്. സോ ആ വേഗത അങ്ങ് കുറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു പുരോഗതി കിട്ടും. ഒരു കാര്യങ്ങൾ എടുത്തിയാടി ചെയ്യാതിരിക്കുക, തിടുക്കപ്പെട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, തിടുക്കപ്പെട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടെടുത്ത് ചാടാതിരിക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് എന്താണ് വളർച്ചകളൊക്കെ തരും കേട്ടോ. സോ ആ കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട. ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുരോഗതിയുടെ വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചും ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എല്ലാ ഏരിയയിലും നിങ്ങൾ കണക്ട് ചെയ്തോണം. തൊഴിൽ, വിദ്യാഭ്യാസം, ഫാമിലി, ഹെൽത്ത്, ഓക്കെ, സീനിയേഴ്സ് എല്ലാവരും എന്താണ് ശ്രദ്ധിച്ചോണം. ഏജ് വരുമ്പോൾ സീനിയേഴ്സ് ഇനി എന്താണ് വരാൻ പോകുന്നുള്ളൂ അല്ലെ, 55 മുകളിലോട്ട്. അപ്പം ബാക്കിയുള്ളവർ എന്താണ് ജോബിന്റെ കാര്യത്തിലും ഇതിലൊക്കെ നോക്കുക. ആദ്യത്തവണയൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടാം. അവസരങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്ന് ചെക്ക് ചെയ്യും. ആദ്യമൊക്കെ ശനി വരുന്നവരെ 25 വയസ്സ് മുമ്പോട്ട് ആദ്യം ശനി വരുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ എന്താണ് നല്ലത് ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂസ് വരുമ്പം നല്ല ടഫായിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടോ, കാരണം നിങ്ങൾക്ക് അത് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് അവർ നൽകുന്നത്. സോ അത് മനസ്സിലാക്കി നിങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് എന്താണ് ഉറപ്പായിട്ട് വാല്യൂ തരും. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ തവണ ശനി വരുന്ന ഏഴര ശനി വരുന്നവര് എന്ന് വെച്ചാൽ ഏകദേശം 55-56 മുകളിലേക്ക് പ്രായമുള്ളവരാണ് അല്ലെ. ഇവർക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ, ഒരു 55 വയസ്സിന് മുകളിലേക്കൊക്കെ ഉള്ളവർക്ക് പൊതുവെ തടസ്സങ്ങൾ ഉണ്ടാക്കും, അസ്വസ്ഥതകൾ ഉണ്ടാകും, ശരീര അസ്വസ്ഥതകൾ ഉണ്ടാക്കി വരും, മനദുഃഖം ഉണ്ടാക്കും, മനസ്സിന് സങ്കടം, വിഷമങ്ങൾ ഉണ്ടാക്കി തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്ര നാൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മളെ രക്ഷിക്കുക എന്ന് പറയുന്നത്. സോ ആ ഒരു അനുഭവങ്ങളൊക്കെ, ആ അനുഭവ സമ്പത്ത് അല്ലെ, ശരിക്കും അനുഭവം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലെ. കാരണം ഒരു കാര്യത്തിന് അതിലോട്ടുള്ള അറിവ്, അതിലേക്കുള്ള അനുഭവം, അതെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് അനുഭവം എന്ന് പറയുന്നത്. സോ ആ അനുഭവം എന്ത് ചെയ്യും, നിങ്ങളെ രക്ഷിക്കും. അപ്പൊ അനുഭവം, ജീവിതത്തിൽ നല്ല നല്ല അനുഭവം ഉള്ളവർ എന്തായാലും എന്താണ് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക. ഇച്ചിരി ശ്രദ്ധ കൂടുതൽ എടുക്കുക, ശ്രദ്ധ കേന്ദ്രം കുറച്ച് കൂടുതലുക, ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക. ഒരു നമ്മുടെ ബ്രെയിനിലൊക്കെ കുറച്ച് തെളിവ് അല്ലെങ്കിൽ നമുക്കൊരു വെളിച്ചം
നമുക്ക് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ യാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുറച്ച് യാത്രകളൊക്കെ കഠിനമായ സാധ്യതയുണ്ട്. സോ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഡ്രൈവൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ എന്താണ് മക്കളെയോ അതല്ലെങ്കിൽ ഡ്രൈവറിനെയൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി മെച്ചമെന്ന് പറയുന്നത് കേട്ടോ. സോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ പറഞ്ഞ മേടരാശി എന്ന് പറയുന്നത് മോശ സമയമല്ല 2025 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്ന ടൈമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും തന്നെ നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് ചെയ്യണേ. കുറച്ച് പരിശ്രമിക്കേണ്ട ആവശ്യവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ മേടരാശിക്ക്. ഇടവരാശി കാർത്തിക, മുക്കാട്, രോഹിണി, മകേരമാരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത്. ഇടവരാശി സംബന്ധിച്ചോളം ഈ 2025 എങ്ങനെയുണ്ട്? ഞാൻ എന്താണ് ഒത്തിരി ഓവറായിട്ട് എന്താ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഒത്തിരി ഭയപ്പെടുത്തുകയോ ചെയ്യാറില്ല അല്ലെ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയാനും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ 2025 നിങ്ങൾക്കറിയാം, നിങ്ങളെ 2024 എങ്ങനെയാണ് നിങ്ങൾ കടന്നു വന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. സോ 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു തലത്തിലേക്ക് നമുക്കറിയാം. നമ്മുടെ രാഹുവും കേതുവും ഒക്കെ രാശി മാറുന്നുണ്ട്, ശനി രാശി മാറുന്നുണ്ട്, വ്യാഴം രാശി മാറുന്നുണ്ട് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹു 10ലേക്ക് വരുന്നുണ്ട്, ശനി 11ലേക്ക് വരുന്നുണ്ട്. 2 ഭാവന്മാർ എന്താണ് 10ഉം 11ലാണ് നിൽക്കുവാണ്. ഓക്കെ, നമുക്കറിയാം ഭാഗ്യത്തെ തരാൻ രാഹുവിനേക്കാൾ നല്ലൊരു ഗ്രഹമില്ല അല്ലെ. രാഹു ഭാഗ്യം തരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നൽകുന്ന പോലെ മറ്റൊരു ഗ്രഹവും 9 ഗ്രഹങ്ങളിലും തരൂല. സോ നിങ്ങൾക്ക് എന്താണ് 10, 11 പാവന്മാർ നിൽക്കുന്ന എന്താണ് നല്ല സമയമാണ്. ഓക്കെ, 7, 8 വരുന്ന കുറച്ച് മോശമാണ്. എന്നാൽ പോലും 10, 11 പാവന്മാർ വരുന്നത് നമുക്ക് അനുകൂലമായ സമയമാണ്, അനുകൂലമായ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ പ്രാപ്തി, നമ്മുടെ ഒരു പവർ, നമ്മൾ ആര് എന്നൊരു ലേബൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പൊ നമ്മുടെ ഒരു വിസിറ്റിംഗ് കാർഡിലൊക്കെ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ പൊസിഷൻ, നമ്മുടെ പവർ, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതെന്താണ്, നമ്മൾ ആരാണ്, ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ, നമ്മുടെ ടാലന്റുകൾ, കഴിവുകൾ അതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സമയങ്ങൾ, നല്ല ഭാഗ്യം നൽകുന്ന സമയമാണ്. നമുക്കറിയാം എന്താണ് അധിഷ്ഠകാരകനായ ശുക്രനും യോഗകാരകനായ രാഹുവും കൂടി ഒന്നിക്കുമ്പോൾ ആ ഒരു കോംബോ നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെയാണ് പ്രദാനം ചെയ്തത്. ആ ഒരു കോംബോ നിങ്ങൾക്ക് എന്താണ് ഒരു അൾട്ടിമേറ്റ് ലക്ക് നിങ്ങൾക്ക് നൽകും. ഓക്കെ, സോ ആ കാര്യത്തിലൊക്കെ വിഷമിക്കേണ്ട ആവശ്യം. ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷം 2025 എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം യൂസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇച്ചിരി എഫക്റ്റുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്തും. മറ്റുള്ള വിദ്യാർത്ഥികൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പെടേണ്ട വന്നില്ല, നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ 2025 ഇടവരാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് വരും. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക എന്നൊരു പഠനമുണ്ട്. എല്ലാം കൂടി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരില്ല. എന്നുവെച്ചാൽ നീ ഇപ്പൊ ഇതെടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു പേന എടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു വെള്ളം എടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു 1 കിലോ സ്വർണം പിടിച്ചോ എന്ന് പറഞ്ഞ് തരുന്നതല്ല. നിങ്ങളുടെ മുമ്പിൽ എന്താണ് അവസരങ്ങൾ തരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേന, ഒരു സ്വർണം, ഒരു പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഇതിൻ്റെ അകത്ത് ഏതാ വേണ്ടേനെ. സോ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. ഇത് ഏതിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഏതാണ് നമുക്ക് നോക്കേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ബാധകമാണ് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു പുതിയ കോഴ്സിലേക്ക് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഏത് കോഴ്സാണ് നോക്കേണ്ടത്, ആ കോഴ്സ് നിങ്ങൾക്ക് ചേർന്നയാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ നോക്കുക. അതിന് സ്കോപ്പ് ഉണ്ടോ, ഇപ്പൊ സ്കോപ്പ് ഉണ്ടോ നോക്കിയാൽ പോലെ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിന് അങ്ങോട്ട് ഒരു 5 to 10 ഇയർ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് സ്കോപ്പ് ഉള്ള കാര്യം തന്നെയാണോ പഠിക്കുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിലവസരങ്ങളായാലും നല്ല രീതിയിൽ തൊഴിലവസരം കിട്ടും, നല്ല തൊഴിലവസരം കിട്ടും, മോശ തൊഴിലവസരം കിട്ടും. കൃത്യമായി മനസ്സിലാക്കി അത് ചൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ചാൻസുകൾ കിട്ടും. ചാൻസുകളൊന്നും പാഴാക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. കാരണം നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഇയറാണ് 2025 എന്ന് പറയുന്നത്. പൊതുവെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്കാണ് പ്രദാനം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് കുറച്ച് ധൈര്യമായി നിൽക്കുക, ഒരു കോൺഫിഡൻസ് ആയി നിൽക്കുക. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിലേക്ക് തിരിക്കുക.
അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വരും പിന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തിലേക്ക് പ്രദാനം ചെയ്യും. ഓക്കെ, നിങ്ങളുടെ തൊഴിലൊക്കെ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. വരുമാന മാർഗങ്ങൾ ഇരട്ടിപ്പിക്കാൻ സാധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും. ഈ 2025 എന്ന് പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ 2025 ഡിസംബർ 31 ചെന്ന് നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, പല പല അനാവശ്യ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പല പല നേട്ടങ്ങൾ നേടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. ഓക്കെ, പക്ഷെ കുറച്ച് നഷ്ടങ്ങൾ വന്നാലും നമുക്ക് നല്ല 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 ഇതുണ്ടാവും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പെഡിഷൻ നമ്മൾ എന്ത് ചെയ്യും, മന്ത്ലി ഇടും. സോ ആ പെഡിഷനുകൾ കേട്ട് നിങ്ങൾ അത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാട്ടോ. നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിന് ഇറങ്ങാനൊക്കെ നല്ല ബെസ്റ്റ് ടൈമാണ്. സോ നിങ്ങളുടെ ജാതകത്തിനും കൂടി നല്ല സമയമാണ്. നമുക്ക് നല്ലൊരു ദശയും കൂടെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർബ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ എല്ലാവരും കണക്ട് ചെയ്തോണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും തൊഴിൽ ചെയ്യുന്നവരും ഒരു പ്രൊഫഷൻ ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവര്, അതുപോലെ ഫാമിലി ലൈഫില്, വിവാഹ കാര്യങ്ങളില്, അതുപോലെ തന്നെ മുതിർന്നവർ എല്ലാവരും കണക്ട് ചെയ്തോ. എല്ലാവർക്കും ഉള്ളൊരു ഇതായിട്ടാണ് പറഞ്ഞത്. ഇനി ഓരോന്നും എടുത്ത് നമ്മൾ എന്തില്ല ഒത്തിരി വിശ്വാസം നീട്ടി പോകുന്നില്ല. പുതുവർഷ ഫലമാണ്. സോ നിങ്ങളെ ഒത്തിരി ഇട്ട് പേടിപ്പിക്കാനോ ഒത്തിരി എക്സ്പെക്ടേഷൻ നൽകാനോ ആയിട്ടല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളും ഒരു സിഗ്നൽ പോലെ നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ അവസരങ്ങൾ വരുമ്പോൾ ഗ്രാബ് ചെയ്യുക. ഓക്കെ, ഗ്രാബ് ചെയ്താൽ മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇടവരാശി കേട്ടോ. മിഥുന രാശി മകേരമര തിരുവാതിര പുണർതം മുക്കാലെടുക്കുന്ന 2ാം നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത്. മിഥുന രാശിയെ സംബന്ധിച്ചാൽ 2025 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതുജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പഴയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. നമുക്ക് ശുക്രനും രാഹുവും കൂടി വരുന്ന കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹു 9ലേക്ക് വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ശനി 10ലേക്ക് വരുന്ന സമയമാണ്. വ്യാഴം 12ൽ നിന്നും ജന്മത്തിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും. മിഥുനത്തിന് ശരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു എനർജി, പുതിയൊരു എനർജി കിട്ടുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. കാരണം പാവഗ്രഹങ്ങളായ ശനിയും രാഹു എന്ത് ചെയ്യുന്നുണ്ട്, ശനി 10ലേക്കും രാഹു 10ൽ നിന്നും 9ലേക്കും രാശി മാറുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്ര നാളും രാഹു എന്തായിരുന്നു, മീനത്തിലായിരുന്നു അല്ലെ, മിഥുനത്തിന് 10ാം രാശിയിലായിരുന്നു, അത് 9ാം രാശിയിലേക്കും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് മിഥുനത്തിന് 9ാം രാശിയിലായിരുന്നു, അത് 10ലേക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരും സ്വൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, രണ്ടുപേരും അങ്ങ് മാറിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. സോ നമുക്ക് അനുകൂലമായ ഫലങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന സമയമുണ്ട്. നമ്മുടെ ഒരു പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പഴയ നിറയിലേക്ക് നമുക്ക് എത്തുന്ന ഒരു നമുക്കറിയാം. അഷ്ടമക്ക് ശനിയൊക്കെ കഴിഞ്ഞ ഒരു 2.5 വർഷത്തോളം ശകലൊക്കെ ചെയ്ത നമുക്ക് ഒന്ന് പോരാടി നമ്മൾ വന്നതാണ് അല്ലെ. അത് കഴിഞ്ഞിപ്പം നമുക്ക് ആ 9 എന്ന ശനി 10ലേക്ക് മാറി അല്ലെ. 10ലേക്ക് മാറി നമുക്ക് ആ ഒരു കംഫോർട്ട് സോണിലേക്ക് ഇപ്പൊ പറയുന്ന ഒരു കംഫോർട്ട് സോണിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പൊതുവെ 2025 മിഥുന രാശിയെ സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഷഗിൾസ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിലേക്ക് എത്താൻ പോകുന്നത്. ബിസിനസ് കാര്യമായാലും തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫായിട്ടും ഒക്കെ നോക്കിയാലും നമുക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. വിദേശ യോഗങ്ങളൊക്കെ പറയാൻ സാധിക്കില്ല. കല്യാണ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻഗേജ്മെന്റ് നോക്കുക, പെട്ടെന്ന് കല്യാണം നോക്കുക, എല്ലാ കാര്യങ്ങളും ജഗപ്പുക പോലെ സ്പീഡ് ഓരോ കാര്യങ്ങൾ നടക്കാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആ വിവാഹമൊക്കെ ഫെയറിലായിപ്പോയി, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പക്ഷെ ഒരു സുഖമില്ലാതെ, ഒരു രമ്യതയില്ലാതെ, ഒരു ഡൈവോഴ്സിന്റെ വക്കിലാക്കി നിൽക്കണേ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറഞ്ഞ് സെറ്റാക്കി തിരിച്ചു വരാനും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടും. സോ അവസരങ്ങളൊക്കെ എന്ത് ചെയ്യുക, തേടി പിടിച്ച് കൃത്യമായിട്ട് ഗ്രാബ് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലാതെ ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഇത് പൊക്കോട്ടെ, അടുത്ത് ആ പൊക്കോട്ടെ, അടുത്ത് ആ പൊക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ 2025 ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, കാരണം നമ്മൾ 2024 അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊന്ന് കണ്ണടിച്ച് തുറക്കുന്ന നേരം കൊണ്ട് 2025 ദാ വന്നു ദാ പോയി അല്ലെ. അതുപോലെ 2025 പോവും. സോ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല മന്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണത്തിലൂടെയും കൃത്യമായ വീക്ഷണത്തിലൂടെയും കൃത്യമായ പ്ലാനിലൂടെയും പോവാം. ഓക്കെ, പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫിലേക്ക് ചുവടും സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വിത്തൗട്ട് പ്ലാൻ, നമുക്ക് ഒരു പ്ലാനും ഇല്ലാതെ
കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ മാപ്പുണ്ട്, ഞാൻ എവിടെ എത്തേണ്ടെന്നൊരു ലക്ഷ്യമുണ്ട്, അപ്പോൾ ആദ്യം എനിക്കറിയാമെങ്കിൽ ഞാൻ ചെല്ലുന്ന പാത എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ആ ഒരു കംഫർട്ട് സോണിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുപോലെ നല്ല നല്ല മൈൻഡ് സെറ്റ്, നല്ല നല്ല പോസിറ്റീവായ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. നല്ല സാമ്പത്തിക പുരോഗതിയിലേക്കൊക്കെ എത്താൻ നല്ല രീതിയിൽ സാധിക്കുന്ന സമയമാണ്. സോ അതുപോലെ തന്നെ തൊഴിലിന് കൂടെ നമുക്കൊരു തൊഴിലുണ്ട്, ആ തൊഴിലിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്കൊരു ഇൻകം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ പറയുന്നത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്ന മിഥുന രാശിയെ സംബന്ധിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല തരത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്കും അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ പ്രണയമൊക്കെ ഉള്ളവർക്ക് പ്രണയം സക്സസ് ആവാനും പ്രണയ വിജയമൊക്കെ കൈവരിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും 2025 പറയുന്നത്. റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്കായി 2024 ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സ്മൂത്ത് ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റും. കുടുംബത്തിലായവരെ ഐക്യവും കുറച്ചുകൂടി ഒരു സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്സാം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ സമുദായമായിട്ട് വിദ്യാഭ്യാസ സമുദായമായിട്ട് വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്നവർക്കൊക്കെ എന്താണ് അനുകൂലമായ സമയമാണ്, വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കാലമായിട്ടൊരു വാഹനം വാങ്ങണം, തൻ്റെ വീട്ടിലൊരു വാഹനം ഇല്ല, ഒരു വാഹനം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വാഹനം മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് വന്നവരാണ് മിഥുന രാശിയെ സംബന്ധിച്ചോളം. സോ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, എന്നിരുന്നാൽ ആരോഗ്യം ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്ന് രക്ഷയുണ്ട്, ആരോഗ്യത്തിൽ ആ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാറും. പക്ഷെ എന്നാൽ പോലും ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതായിരിക്കും. മൂഡ് സ്വിങ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, നിങ്ങൾ ആരാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ചെറിയ ഞാൻ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ മൈനറായിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കൊക്കെ ടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പോയത് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾ, പക്ഷെ ഇടയ്ക്ക് ഏതൊരു കാലത്ത് നിങ്ങൾ അങ്ങ് പിരിഞ്ഞു, പിന്നെ വീണ്ടും ആ ഒരു കൂട്ടായ്മ നിങ്ങളുടെ ആ ഗാങ് വീണ്ടും ഒന്ന് സെറ്റ് ആവാനും നിങ്ങൾക്ക് ആ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തിരിച്ചു കിട്ടാനൊക്കെ യോഗമുണ്ട്. ഞാൻ നല്ല ആ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വന്നപ്പോഴും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേറൊരു ഫ്രണ്ട്ഷിപ്പ് കളിയാൽ നമ്മളിലേക്ക് എത്താനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സമയത്ത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണെന്ന് പറഞ്ഞു. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ലീഗൽ സൈഡ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. നിയമപരമല്ലാത്ത അനധികൃതമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് ചാടല്ലേ. സോ അതൊക്കെ പെട്ടെന്ന് എന്താണ് പ്രശ്നത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. മിഥുന രാശിയെ സംബന്ധിച്ച് ബാക്കി സൂപ്പർ. സോ ഒരു നല്ല വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവാ. കർക്കിടക രാശി പുണർദം കാല് പൂയം ആയില്യം അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. കർക്കിടക രാശിക്കാര് എപ്പോഴും ചോദ്യമാണ് എന്നാ ഈ അഷ്ടമശനി ഒന്ന് അവസാനിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവരുടെ കാര്യം നോക്കുമ്പോൾ ഒരു ചെറിയ തമാശ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളില്ലാന്ന് തോന്നും, പക്ഷെ ഇവർക്ക് എന്തൊക്കെ അനുഭവിച്ചു എന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ 2024. സോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പണം തടസ്സം, സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, തൊഴിലായിരുന്നെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലിപ്പം ഉണ്ടെങ്കിൽ പോലും ഒരു സുഖമില്ലാത്ത അവസ്ഥ. ഇനി സുഖം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു തൊഴിൽ സംബന്ധമായ കുഴപ്പമില്ല, നമ്മളൊക്കെ എവിടെ നിങ്ങളൊക്കെ ശത്രുത ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള നമ്മളെ വെറുക്കപ്പെടുക തുടങ്ങിയ പല പല ബുദ്ധിമുട്ടുകള്, കൈപ്പേർന്ന അവസ്ഥകൾ കടന്ന് നമുക്ക് 2025 നിങ്ങൾക്ക് പരിശ്രമിക്കാൻ ഒരു മനസ്സുണ്ട്, പരിശ്രമിക്കാൻ യാതൊരു മടിയും ഇല്ലെങ്കിൽ 2025 നിങ്ങൾക്ക് കൈത്താങ്ങായിരിക്കും. റിലേഷൻഷിപ്പിലൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്ക് പറ്റും. 2025 എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരുന്ന ഒരു വർഷം തന്നെയായിരിക്കും കർക്കിടക രാശിയെ സംബന്ധിച്ചോളം. നമുക്കൊന്ന് ആ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയുള്ള ഒരു മാർഗമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു എങ്ങനെ ഷോർട്ട് കട്ടിൽ രക്ഷപ്പെടാം എന്നൊരു രീതിയിലും നമുക്കൊരു പരിശ്രമിച്ച്
മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പരിശ്രമിക്കാൻ മടിയില്ലാത്തവർക്ക് വേണ്ടിയുള്ള വർഷമാണ് 2025 എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു 2025 രക്ഷപ്പെടും കർക്കിടക രാശിയെ സംബന്ധിച്ച്. രാഹു സംബന്ധിച്ച് നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തൊഴിലോ ജീവിത പുരോഗതിയൊക്കെ നമുക്ക് അതിനൊരു വഴിത്തിരിവായി കാണിച്ചു തരും. നല്ല നല്ല തൊഴിലവസരങ്ങൾ, നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. കൃത്യമായി നമ്മൾ യൂസ് ചെയ്യുക. ആരെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, എന്താ അങ്ങനെ പറഞ്ഞാൽ ഇത്ര നാളും ആരും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിരിക്കാം. പക്ഷെ യഥാർത്ഥമായിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് പറയുന്ന വിഷയം നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വർഷം മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം നോക്കുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ 2024 ഫേസ് ചെയ്തിട്ടുണ്ടാവും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ത്രീയായാലും പുരുഷനായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറയുന്നത് നമുക്ക് അപകടങ്ങൾ, വീഴ്ചകൾ, ഓരോ തെന്നി വീരില്ല, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അപകടങ്ങൾ, പലതരത്തിലുള്ള വീഴ്ചകൾ, ഓരോ മുറിവുകൾ, വ്രണങ്ങൾ, ഒരു വിടാതെ തുടർന്ന് ഓരോ അസുഖങ്ങൾ വരിക, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ. പക്ഷെ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിലീഫ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും 2025. അല്ലെങ്കിൽ നമുക്ക് നല്ല അനുയോജ്യമായ മരുന്ന് കിട്ടും, നല്ല മെഡിസിൻ കിട്ടും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചിലർ ചോദിക്കും ഇത്ര നാൾ കിട്ടാത്ത മരുന്നാണോ? ഇത്ര നല്ല മരുന്നായിരിക്കും, പക്ഷെ നമുക്കൊരു ടൈം വരുമ്പോൾ നമുക്ക് ആ ഔഷധം കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്ന ടൈമിൽ നമ്മൾ ഔഷധം കഴിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് റിലീഫ് ആവും. മറ്റേതാകുമ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇതാകുമ്പോൾ ആ ടൈമിൽ കഴിക്കുമ്പോൾ കൃത്യമായി പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും നമുക്ക് 2025 കേട്ടോ. സോ ആ കാര്യങ്ങളൊന്നും പറയണ്ട, ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിഷമിക്കാനില്ല. അതുപോലെ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും 2024. പുറത്ത് ഞാൻ എങ്ങനെ പറയും ഈ കാര്യം, മറ്റൊരാളുടെ എങ്ങനെ പറയും എന്ന് തോന്നിപ്പോയ പല ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ആശ്വാസമായി നമുക്ക് ഈ 2025 നമുക്ക് കാണാൻ സാധിക്കും. കർക്കിടക രാശി സംബന്ധിച്ച ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ നമുക്ക് ഈ 2025 നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ കർക്കിടക രാശിയെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കാര്യത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊരു ചിന്തിച്ച ആ ഒരു കാര്യം ചെയ്യാതിരിക്കില്ല. അവർക്ക് ഓൺ സ്പോട്ട് എന്ത് ചെയ്യാൻ തോന്നും, അവരെടുത്തിയാടെ അങ്ങ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ചെറിയ പ്രശ്നം നമുക്ക് കർക്കിടക രാശിയെ സംബന്ധിച്ചുണ്ട്. ആ ഒരു പ്രശ്നം ഒന്ന് മനസ്സിലാക്കി അതിനൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവുന്ന സമയമായിരിക്കും. നമുക്ക് പിന്നെയുള്ള കാര്യം വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുക കേട്ടോ. ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2025 കർക്കിടക രാശിയെ സംബന്ധിച്ച് കേട്ടോ. നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള നല്ല നല്ല ചാൻസ്, അവസരങ്ങൾ നമുക്ക് കിട്ടുന്നതിന് ചെയ്യും കേട്ടോ. അതുകൊണ്ട് കർക്കിടക രാശിയെ സംബന്ധിച്ചോളം വിഷമിക്കൊന്നും വേണ്ട, ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. നല്ലൊരു വർഷമായിരിക്കും 2025 വരെ. നമ്മുടെ പരിശ്രമവും നമ്മുടെ കഠിനമായ അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ പോകായ്മയൊക്കെ ചിന്തിച്ച് എടുത്തിയാണ് കേട്ടോ. അല്ലാതെ അതിലോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വർഷമായിരിക്കും 2025 കർക്കിടക രാശിക്ക്. ചിങ്ങരാശിയാണ് അല്ലെ. മകം പൂരം ഉത്രം കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത്. ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ 2025 എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറയുകയാണെങ്കിൽ അത്ര നല്ല സമയമായിരിക്കും 2025 എന്ന് പറഞ്ഞത്. പക്ഷെ ഈ 2025 എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്. എന്താണെന്ന് പറയാം കേട്ടോ. നമുക്ക് നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒത്തിരി പ്രതിസന്ധികൾ, ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ടൈമായിരിക്കും 2025 എന്ന് പറയുന്നത്. അഷ്ടമശനിയാണ് വരുന്നത്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയറാണ്, ഞാൻ എന്തിനും റെഡിയാണെന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കും അല്ലേ. അല്ലാതെ നമ്മളിത് അറിയുന്നില്ല, ഇതൊന്നും അറിയാതെ വന്നു കഴിയുമ്പോൾ ഒരാൾ പുറകിൽ നിന്ന് തള്ളിക്കഴിഞ്ഞ് സംഭവിക്കും, നമുക്ക് വീരും അല്ലെ. ആ സമയത്ത് നമുക്കറിയാം പുറകിൽ നിന്ന് ഒരാൾ ഒന്ന് തല്ലും, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഒരാൾ അടി വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിലോ അടി വരുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ എതിർക്കാൻ പറ്റും, പോരാടാൻ പറ്റും അല്ലേ. സോ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇതുപോലെ തുറന്നു പറയുന്നത്. സോ ചലഞ്ചസ് നിറഞ്ഞ വർഷമായിരിക്കും 2025 ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയായേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്തിനെ, നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ എനർജിനെ മനസ്സിലാക്കേണ്ട ഇയർ ആണ് 2025 പറയുന്നത്. സോ ഈ ഒരു ചാലഞ്ചസിനെ ഒക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന
തരത്തിലുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം നമുക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിങ്ങരാശിയുടെ ശക്തി മനസ്സിലാക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ആണെങ്കിൽ പോലും ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്ത് കാണിച്ചിട്ട് വരുന്നവരാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. നമുക്കറിയാം എന്താണ് ചിങ്ങരാശിയുടെ ചിഹ്നം തന്നെ എന്താണ്? സിംഹമാണ് അല്ലെ. സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ചിങ്ങരാശി ജനിക്കുന്നവർ. സോ എന്തൊരു കാര്യമായാലും കഴിയുമോ എന്നൊരാൾ ചോദിച്ചാൽ അതിനെ ചെയ്ത് കാണിച്ച് പ്രവർത്തിച്ച് കാണിക്കുന്നവരാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. സോ ആ ഒരു ഇന്നർ കപ്പാസിറ്റി നിങ്ങൾക്കുള്ളിലുണ്ട്. ആ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഫീല്, ആ എനർജി, ആ ശക്തി, ആ ഉന്മേഷം, ആ ഒരു വിൽ പവർ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധിയും ഏതൊരു പ്രശ്നത്തെയും ധൈര്യമായിട്ട് നേടാൻ പറ്റും. ചില പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ആയിട്ടാണ് നമ്മുടെ ആ വിൽ പവറിലും നമ്മുടെ ആ ഡിവൈൻ എനർജിയിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ചില പ്രശ്നങ്ങൾ മുമ്പിൽ വന്നിട്ട് തിരിഞ്ഞങ്ങ് പൊക്കോളും. അതിൽ 1, 2, 3 പ്രശ്നങ്ങളൊക്കെ നമ്മളെ എന്തായാലും അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുള്ളൂ. അപ്പം നമ്മുടെ ആ വിൽ പവർ ചിങ്ങരാശിയെ സംബന്ധിച്ച് നല്ല വിൽ പവർ ഉള്ളവരാണ്, നല്ല ഡിവൈൻ എനർജി ഉള്ളവരാണ്. സോ ഈ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിനെ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ശക്തി, ഉന്മേഷം നിങ്ങൾക്ക് കിട്ടും. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാലും, തൊഴിൽ സംബന്ധം നോക്കിയാലും, ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലും, ഫാമിലി റിലേഷൻ നോക്കിയാലും, എന്തൊരു കാര്യത്തിൽ നോക്കിയാലും ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാത്തിനും തടസ്സങ്ങൾ, വിഘ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനൊക്കെ ഫേസ് ചെയ്യുക, അതിനൊക്കെ ആ ബ്ലോക്കിനൊക്കെ മറികടക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പ് ഒരു പാത വരികയാണ്, ആ പാതയുടെ മുമ്പിൽ ഒരു ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ മാക്സിമം പരിശ്രമിച്ച് മുന്നോട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു പ്രശ്നത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യം കേട്ടോ. എല്ലാ കാര്യങ്ങളും എന്താണ് കൃത്യമായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കും. 2025 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചാലഞ്ചസ് നിറഞ്ഞൊരു വർഷമായിരിക്കും. സോ നമ്മുടെ ഇന്നർ എനർജി, ഇന്നർ സ്ട്രെങ്ത് കൂട്ടുക എന്ന് വെച്ചാൽ ആ വിൽ പവർ ഒക്കെ കൂട്ടി ആ വിൽ പവറിന്റെ ഒപ്പം ഡിവൈൻ എനർജിയും കൂടെ ഒന്നിച്ച് സമൃദ്ധമാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റും കേട്ടോ. വിശ്വാസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന വർഷം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം. ആ പ്രശ്നത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. എന്താണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ സൊല്യൂഷൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എന്തിനാ ചേർക്കണമെന്ന് അറിയത്തില്ല. സോ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാൽ മനസ്സിലാക്കി, ആ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ആ പ്രശ്നത്തിനനുസരിച്ചുള്ള പരിഹാരം എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടന്ന് പോകാൻ സാധിക്കും അല്ലേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ആ പ്രശ്നത്തെ മറികടന്ന് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം വരുമ്പോൾ അയ്യോ വീക്കായി, ഇങ്ങനെ പറ്റില്ല, ഈ ഒരു ഡൗൺ ആയി പോകും. ആ സ്ഥാനത്ത് ഒന്നുമല്ല, ഇതൊക്കെ എന്താ, ഇതിനെ ഞാൻ 10 മടങ്ങ് വന്നാലും ഞാനൊക്കെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നൊരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആർജിച്ചെടുക്കാൻ വെച്ചാൽ എവിടെ ഇല്ലാത്ത സാധനം നിങ്ങൾക്ക് ഉള്ള സാധനമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളതാണ് വിൽ പവർ, നിങ്ങൾക്ക് ഉള്ളതാണ് എനർജി, നിങ്ങൾക്ക് ഉള്ളതാണ് ഡിവൈൻ എനർജി എന്ന് പറയുന്നത്. സോ അതിനെ മനസ്സിലാക്കി അതിനെ ഫീൽ ചെയ്ത് നമ്മൾ ആ എന്ത് പ്രശ്നത്തിനും ധൈര്യമായിട്ട് നേരിടും എന്നൊരു കോൺഫിഡൻസോടെ നിൽക്കുകയും പോസിറ്റീവായിട്ടുള്ള മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രശ്നത്തിലൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യത്തിനും കുറച്ച് കാലതാമസങ്ങളൊക്കെ എടുക്കും. സോ നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുക. ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? പേഷ്യൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഒന്നിനും തിടുക്കപ്പെടേണ്ട, ഒന്നിനും നമ്മൾ എന്ത് ചെയ്യണ്ട? എടുത്തിയാടും ചെയ്യണ്ട. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിന് വേണ്ട കൃത്യമായ ഒരു പ്രശ്നം വരുമ്പോൾ കൃത്യമായ സൊല്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 2025 വലിയ പ്രശ്നങ്ങളില്ല. അതെല്ലാം മറിച്ചാണ് എവിടെയെങ്കിലും നമ്മുടെ ആ വിൽ പവർ പോയി നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2025 എന്ന് പറയുന്നത് നോക്കിക്കണ്ട മൊത്തം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു വർഷമായി പോകും. സോ ആ പ്രശ്നങ്ങൾ നിറയാത്ത വർഷമാകണമെങ്കിൽ പ്രശ്നങ്ങൾ വരും, അതിനെയെല്ലാം കവർ ചെയ്യുക, അതിനെയൊക്കെ മറികടക്കാനുള്ള പ്രാപ്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. അടുത്ത കന്നിയാണ്. ഉത്രമുക്കാൽ അത്തം ചിത്തിരാരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലെ. കന്നിരാശിക്കാര് ഭയങ്കര ആകാംക്ഷമായിട്ട് നിൽക്കുമായിരിക്കും, എനിക്ക് എന്താണ്, പല വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്ത് കണ്ടിട്ടിരിക്കുക, എന്താണ് എന്റെ പൊസിഷൻ എന്ന് നോക്കി നിൽക്കുമായിരിക്കും അല്ലെ. 2025 എന്ന് പറയുന്ന ഒരു ഹാപ്പി ഇയർ ആയിരിക്കും കന്നിരാശി സംബന്ധിച്ച്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തില്ലേ കന്നിരാശിക്കാര്?
കുറച്ച് 2024 ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, മറ്റേ രീതി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റേ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തില്ലേ? അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലൊരു ടൈമാണ് ഈ 2025 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സിക്യൂഷൻ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ 2024 നിങ്ങൾ പ്ലാൻ ഇട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വിചാരിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ് 2025 എന്ന് പറയുന്നത്. 2024 എന്തൊരു കാര്യം നടന്നാലും അതിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ആ തടസ്സങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കുറച്ചത് നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ 2025 അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രാഹു ഗതുക്കൾ മാറുന്നു, അതുപോലെ തന്നെ ശനി ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. അത് ബന്ധങ്ങളിലായാലും പുതിയ പുതിയ ബന്ധങ്ങൾ കിട്ടുക, നല്ല സൗഹൃദങ്ങൾ കിട്ടുക, നല്ലൊരു ജീവിതം കിട്ടുക, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നല്ലൊരു വഴിത്തിരിവ് ഉണ്ടായി തരിക. ചിലപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിൽ തന്നെയായിരിക്കില്ല ചെയ്യാൻ പോകണേ, ഒരു വേറൊരു മേഖലയിലേക്കായിരിക്കും ഇറങ്ങാൻ പറ്റും. പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങൾ ആ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താണ്ടല്ലോ നമുക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇറങ്ങി മുന്നോട്ട് ഇറങ്ങുകയെങ്കിൽ ആ കുറച്ചുണ്ടായിരുന്ന മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സക്സസിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് ടൈമാണ് 2025 എന്ന് പറയുന്നത്. നിങ്ങൾ കറക്റ്റ് ടൈമാണ് നിൽക്കുന്നത് 2025. വിജയിക്കണം എന്ന ആഗ്രഹം നിൽക്കുന്നവർക്ക് 2024 പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ സൂപ്പർ സമയമാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും, ജീവിത വിജയം നോക്കിയാലും, വരുമാന മാർഗം നോക്കിയാലും, വാഹന സംബന്ധം നോക്കിയാലും, റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയാലും, വിദ്യാർത്ഥികൾക്കും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണ് പൊതുവെ കേട്ടോ. 2024 നമ്മൾ പരിശ്രമിച്ച കുറച്ചൊക്കെ തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പ്ലാനിൽ അതില്ല, ഇനി പുതിയതായിട്ട് ആഡോൺ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ശനിയുടെ ദൃഷ്ടി കാരണം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് തോന്നിപ്പിക്കും, പക്ഷെ ആ തടസ്സങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ആ തടസ്സങ്ങളൊക്കെ നമുക്ക് പുതിയ അവസരങ്ങളാണ് മനസ്സിലാക്കുക. ഓക്കെ, ചില തടസ്സങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ആ വരിക്കൊന്ന് പോകണ്ടെന്ന് മാറി ചിന്തിച്ചോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ടൈം ചെയ്തോ, അല്ലെങ്കിൽ അവിടെ തടസ്സം വരുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു പുതിയ അവസരം കൊണ്ടുവന്നിട്ട് ഇന്ന് എന്ത് തീർത്തോ എന്ന് പറയുന്ന രീതിയാണ്. സോ ആ ഒരു അവസരങ്ങളാണ് മനസ്സിലാക്കുക. തടസ്സങ്ങൾ കാണുമ്പോൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ട. അത് പുതിയ അവസരങ്ങളിലേക്കുള്ള പാത അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിലുള്ള വാതില് തുറക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്ന കന്നിരാശിയെ സംബന്ധിച്ചോളം നിങ്ങൾ കുറച്ച് പോസിറ്റീവ് മൈൻഡായി ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക. എന്ത് തോട്ട് നടന്നാലും ജീവിതത്തിൽ നടന്നാലും അത് നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇയർ തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ബുധനും ശുക്രനൊക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളും ചെയ്യില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഇപ്പം നിൽക്കുന്ന ലെവലുണ്ടല്ലോ, ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ വാഹനമൊക്കെ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് 2025 പരിശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം വാങ്ങാനൊക്കെ പറ്റുന്ന സമയമാണ്. ഇനി അതല്ല വാഹനം ഉണ്ടെന്ന് മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനും പറ്റിയ സമയം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട്, ഞാൻ വേറൊരു തൊഴിലും കൂടി ചെയ്തോട്ടെ, അല്ലെങ്കിൽ വേറൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കട്ടെ, അതിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുക, അതിനൊക്കെ നല്ല നല്ല അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും, നല്ല നല്ല ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ല വരണ അല്ലെങ്കിൽ നല്ല വധുവിനെയൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ അവസരങ്ങൾ വരും, അപ്പോൾ ഒരു വരൻ വലിയൊരു വധു വന്നു, ഓക്കെ, ഒന്നും ചിന്തിക്കാതെ ഒന്നും അന്വേഷിക്കാതെ പോകുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ ആ രീതിയിൽ കൂടെ അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോഴാണ് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒരു കാര്യം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറയാണ്ട് എപ്പോഴും ലോജിക്കും കൂടി ചിന്തിച്ചു വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അല്ലെ? ഒരു കാര്യം നടക്കുമ്പോൾ ഓക്കെ നല്ലതാണ്, പക്ഷെ എന്താണ് അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഇത് തന്നെയായിരിക്കും. സോ ആ കാര്യം അവരെ ഒന്ന് നന്നായി അനലൈസ് ചെയ്യുക, അവരുടെ ചുറ്റുപാടൊന്ന് അനലൈസ് ചെയ്ത് അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ പോസ്റ്റേഡ് ചെയ്യുക കേട്ടോ. കാരണം പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോരുത്തരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ എന്താണ് നമ്മളിൽ നിന്നല്ലാതെ മറ്റുള്ളവരും കൂടി നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റൂല, അല്ലെ? വേറൊരാൾക്കാണ് പ്രശ്നം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമുക്ക് അവര് അല്ലെങ്കിൽ അവർ മറ്റൊരാൾ നല്ലതായിരിക്കും, പക്ഷെ വേറൊരാളുടെ സൈഡിൽ നിന്നും കൂടി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്നൊരു തേർഡ് പേഴ്സന്റെ വ്യൂ വരുമ്പോൾ മാത്രമാണ് അവർ നല്ലതാണ് ചീത്തയാണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അത് നിങ്ങൾ എന്തൊരു കാര്യത്തില്ല, ഒരു ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, എല്ലാം നല്ലതാണ്. അതുപോലെ വേറൊരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോഴോ അത് മോശം. പക്ഷെ ഈ 2024 പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് തന്നെയായാലും നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച്
നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കനെയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എടുത്തേക്കനെയാണ്. സോ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2025 സംബന്ധിച്ച് കന്യാരാശിക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആരോഗ്യ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അവസ്ഥയാണ് കന്യാരാശിയെ സംബന്ധിച്ചോളം ഈ 2025 എന്ന് പറയുന്നത്. സോ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, ഫുഡ് കഴിക്കുന്നത് പ്രോപ്പറായിട്ട് കഴിക്കുക. ഓക്കെ, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുക, വ്യായാമം ഏത് എക്സസൈസ് ആണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. അപ്പം യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് സൂമ്പെങ്കിൽ സൂമ്പോ, നമുക്ക് എന്താണ് ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, നമുക്ക് എന്ത് എക്സസൈസ് ആണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് നോക്കുക. നിങ്ങളെ ഉറക്കം കറക്റ്റ് ആക്കുക, മൊബൈൽ യൂസേജ് കുറയ്ക്കുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സൂപ്പർ ഡൂപ്പർ ഇയർ ആയിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. തുലാരാശിയാണ്. ചിത്തിരേറെ ചോതി വിശാഖം മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത്. തുലാം രാശിക്കാരെ കുറിച്ച് 2025 പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായ ഫലം തരുന്ന വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ നല്ല സമയമായിരിക്കും എന്ന് മനസ്സിലാക്കുക നമ്മുടെ 2025 എന്ന് പറയുന്നത്. ഇവിടെ ശനി എന്ന് പറയുന്ന 6ൽ നിൽക്കുന്ന സമയമാണ്. ശനിക്ക് 6ൽ 3ലൊക്കെ വരുന്ന ഒക്കെ വളരെ ഉത്തമമായ സമയമാണ്. സോ എന്താണ് 6ലേക്ക് ശനി വരുന്നു. അതുപോലെ തന്നെ ശുക്രനെ സംബന്ധിച്ച് ഉച്ചത്തിൽ രാഹുവിനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു. രാഹു കേതുക്കൾ അനുകൂലമാണ്. വ്യാഴം 9 നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ജാതകത്തിലും കൂടി ബലമുണ്ട്. നമുക്ക് നല്ല ദശയും കൂടിയൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നടക്കാൻ ചാൻസ് കൂടിയ സമയമാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. തുലാം രാശിയെ സംബന്ധിച്ചോളം നമുക്ക് നല്ലൊരു എനർജറ്റിക്, നല്ലൊരു വേഗം അല്ലെങ്കിൽ വിവേകം, നല്ല ഭാഗ്യം ഒക്കെ എല്ലാം കൂടി എന്താണ് നിറഞ്ഞൊരു വർഷമായിരിക്കും. ഒരു കൊട്ട എടുക്കുകയെങ്കിൽ ഇതിനകത്ത് എല്ലാം ഉണ്ടാവും. ഈ കൊട്ടയ്ക്കകത്ത് എന്താണ് വിവേകം ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും, ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിലൊരു വേഗത കിട്ടും, നമുക്ക് നല്ലൊരു മൈൻഡ് കിട്ടും. ഓക്കെ, നമുക്ക് നല്ല രീതി എല്ലാം നിറഞ്ഞ ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു കൊട്ടയിൽ സാധനങ്ങളൊക്കെ കിട്ടി, ഇത് കൃത്യമായിട്ട് യൂസും കൂടി ചെയ്യണം. ഇതൊന്നും യൂസ് ചെയ്യാതെ അവിടെ വെച്ചു എന്നിട്ട് നമ്മൾ മൊബൈലും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് എന്താണ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ. അത് യൂസ് ചെയ്യാനുള്ള ചിന്ത അല്ലെങ്കിൽ ചിന്ത നടത്തേണ്ട ആരാണ് നമ്മൾ അല്ലേ. ഒരു കാര്യം വേണോ വേണ്ടോ തീരുമാനിക്കേണ്ട ആരാ നമ്മളാ. നല്ലതാണ് ചീത്തയാണ് നോക്കേണ്ട ആരാ, നമുക്കതെങ്ങനെയുണ്ട് നമ്മൾ നോക്കണം അല്ലേ. ഇപ്പൊ ഒരു ഷർട്ട് എടുത്തു, ആ ഷർട്ട് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന എന്താ പുറത്തുനിന്ന് നോക്കുന്നതല്ല, എനിക്കത് നല്ലതാണോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നണം അല്ലേ. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യണം. സോ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൊള്ളുമോ ഇല്ലയോ നിങ്ങൾ നോക്കണം. ഓക്കെ, മറ്റൊരാൾ പറയുന്ന വാക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം പറയുന്നവർക്ക് ചിലപ്പോൾ എന്താണ് അവരുടെ കാഴ്ച നല്ലതായിരിക്കും, ഓരോരുത്തരുടെ കാഴ്ച. ഇപ്പം ഒരു കുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച ആ ഒരു കാഴ്ചയിലായിരിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ, എനിക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പം കണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ലതാണ് പറഞ്ഞു, പക്ഷെ എനിക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കണ്ടേക്കാം അല്ലേ. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഫോൺ മേടിക്കുകയെങ്കിൽ എൻ്റെ ആവശ്യമായിരിക്കില്ല നിങ്ങൾക്ക് അല്ലേ. അപ്പൊ ആ ആവശ്യം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ഇഷ്ടം എന്താണ്, അതൊക്കെ മനസ്സിലാക്കി വേണം നമുക്ക് എടുക്കാൻ അല്ലേ. സോ നമ്മളോട് ഇഷ്ടമുള്ള നമുക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് വേണ്ടതാണ് കൃത്യമായി യൂസ് ചെയ്യുക കൃത്യമായിട്ട് സമയത്ത്. പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയൊക്കെ നേക്കാം, വരുമാന വർദ്ധനവൊക്കെ പറയുന്ന സമയമാണ്. റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സമയം, നല്ല അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. വിദേശവാസമൊക്കെ പറയുന്ന സമയമാണ്. നല്ല നല്ല അവസരങ്ങളൊക്കെ വിദേശത്തായാലും കിട്ടാൻ യോഗമുള്ള സമയമാണ്. സാമ്പത്തികമായ പുരോഗതിയൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കാൻ ഭാഗ്യവും അനുഭവങ്ങളൊക്കെ നിറഞ്ഞ വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ സമയമുള്ള സമയമാണ്. ഇനി അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവാർഡായിട്ട് കിട്ടണോ അങ്ങനെയൊന്നല്ല. ഒരാളുടെ ഒരു വാക്ക് ചിലപ്പോൾ നമുക്ക് നല്ല അച്ചീവ്മെന്റ് ആയിരിക്കും അല്ലേ. ഒരാൾ നല്ലത് പറഞ്ഞു, നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് അത് അല്ലേ. അപ്പൊ അതൊക്കെ അച്ചീവ്മെന്റ്സ് ആണ്. സോ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുക എന്ന് മാത്രമല്ല, അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം കിട്ടി അല്ലെ, ഒരു നല്ല മൊമെന്റ്. പക്ഷെ ആ നല്ലത് പറയുന്നത് എന്താണ്, നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ ഇന്ന കാര്യം ചെയ്ത് ഓക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു കേട്ടോ എന്ന് പറയുന്നതൊക്കെ എന്താണ്, നല്ലൊരു അച്ചീവ്മെന്റ്സ് ആണ്. സോ നമ്മളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ പറയാനൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ പരമാർത്ഥം. ഓക്കെ, അല്ലാതെ എല്ലാവർക്കും അവാർഡ് കിട്ടുന്നല്ല. നമ്മൾ ചെയ്ത സ്ത്രീകളൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇത്ര ചുമ്മാ വീട്ടിൽ ചെയ്തു
ഓരോ കാര്യം ചെയ്തു, ഇത്ര നാളെ എന്തായാലും വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഇന്ന് ഈ വർഷത്തിൽ എന്താണ് ഒരു വില കിട്ടും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നന്നായിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഇന്നുണ്ടാക്കിയ ഭക്ഷണം നല്ലതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ അച്ചീവ്മെന്റ്സ് ആണ് അല്ലേ. സോ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയാൽ മതി. സോ ലൈഫിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്ന വർഷമായിരിക്കും. സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് നിറഞ്ഞൊരു വർഷമായിരിക്കും 2025 പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ നന്നാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന വർഷമായിരിക്കും 2025. പരസ്പരം നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ ആ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നിങ്ങളെ ഫാമിലി ലൈഫ് ഒന്നുകൂടി ഹാപ്പി ആയിട്ട് നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷമാണ് 2025 എന്ന് കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കിയെങ്കിൽ 2024 കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2025 വൈറസ് സംബന്ധമായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയാൻ ചാൻസ് കൂടിയ സമയമാണ്. വലിയ രീതിയിലെ രോഗപ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി അതുകൊണ്ടെങ്കിലും കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനൊക്കെ സാധിക്കുന്നത് കേട്ടോ. രാഹു 5 വരുന്ന സമയം കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിൽ കുറച്ച് ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ വരാനും ഒരു ആശയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് കണ്ടുവരിക ചാൻസുകൾ കൂടുതൽ കേട്ടോ. അത് എല്ലാവർക്കും അല്ല, കുറച്ച് പേരൊക്കെ ഒക്കെ രാഹു 5 വരുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ മുതിർന്നവരൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ട ശനി ഏഴശനി സമയമൊന്നുമല്ല. വ്യാഴം 9 വരുന്ന സമയം നല്ല ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക. സോ അതിനൊക്കെ പ്രിപ്പയറാണ് നിൽക്കുക. നല്ല ഫലങ്ങൾ വരുമ്പോഴും പ്രിപ്പയർ ആയി എന്നുവെച്ചാൽ മോശം ഫലം വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആണ് എന്തിനാ അതിനെ എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ വേണ്ടി. നല്ല ഫലങ്ങൾ വരുമ്പോൾ ആ ഫലത്തെ കൈക്കൊള്ളാൻ നമുക്കൊരു കപ്പാസിറ്റി വേണം അല്ലെ. നമുക്ക് എന്താണ് ആകാശത്തിന് കുറച്ച് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പൈസ വരുവാണ്. ഈ പൈസ എന്താണ് ശേഖരിക്കാൻ നമുക്കനുസരിച്ചുള്ള പാത്രം കൂടി നമ്മൾ കരുതണ്ടേ. അതിനൊരു കരുതൽ വേണ്ടേ. നല്ലതിനും ചീത്തതിനും എന്തിനും അതിന് മുമ്പ് ഒരു ഒരുക്കം വേണം അല്ലെ. അതെന്താണെന്ന് നോക്കി അതനുസരിച്ച് നമ്മൾ ഒരുങ്ങണം അല്ലെ. ചീത്ത സമയമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നിൽക്കണം, നല്ല സമയമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നിൽക്കണം. ഓക്കെ, ഇപ്പൊ നല്ല സമയമാണ് വിദ്യാർത്ഥി സംബന്ധിച്ച്. നല്ല സമയമെങ്കിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ പാസ്സാകാൻ പറ്റും. വിദേശത്ത് നോക്കി വിദേശത്ത് പോകാം, ലോൺ എടുക്കാൻ, വിദ്യാഭ്യാസ ലോൺ നോക്കാം, അത് നോക്കാം. എല്ലാ കാര്യം നമ്മുടെ കയ്യിൽ നിന്നുള്ള എഫക്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വേഗത ഉണ്ടാവും. അപ്പൊ ഇന്നോട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വേഗത ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചുമ്മാ ചെന്ന് എല്ലാത്തിൻ്റെ അടുത്ത ആളാണല്ലോ പറയണേ. കൃത്യമായി ചിന്തിച്ച് പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിലാക്കാൻ നമുക്ക് വേഗം. ഇപ്പൊ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ്. എന്താ മാറിയത്? വർഷം മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടാർഗറ്റ് ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങളും കൂടി ഒന്ന് ഉത്സാഹിക്കണം അല്ലെ. നല്ല ടൈമാണ്, ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കാം. ടാർഗറ്റ് എന്താണ് തന്നെ പോയൊന്നും ടാർഗറ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമൊന്നുമില്ല. നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോകണം അല്ലെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. വിവാഹ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാട്ടോ. നമ്മുടെ പരിശ്രമത്തിന് അനുസരിച്ച് നല്ല വർഷമായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമം എന്താണോ, ഇപ്പൊ നമ്മളിപ്പം എന്താണ് ഒരു പരിശ്രമം ഇവിടെ നിന്ന് ഇങ്ങനെ നൽകുകയാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ളൊരു ഫലം കിട്ടും, ഈക്വൽ ആയിട്ട് കിട്ടും. പരിശ്രമം കുറഞ്ഞു, റിസൾട്ട് കിട്ടുന്നത് കുറവായിരിക്കും. പരിശ്രമം കൂടി, റിസൾട്ട് കിട്ടുന്നത് കൂടുതലായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകും. എന്ന് വെച്ചാൽ കറക്റ്റ് തുലാം രാശി നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസ്ഡായിട്ട് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പം നിങ്ങൾ പൊതുവെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ നീതിനിഷ്ഠമായിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും. കൃത്യമായിട്ട് ബാലൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒത്തിരി ഹാപ്പി ആവുകയോ ഒത്തിരി ദുഃഖിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നല്ലൊരു ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ഇപ്പൊ ജാതകവും നല്ലതാണ്, നമ്മുടെ ദശയ്ക്ക് അനുകൂലമായിട്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഫലങ്ങൾ കിട്ടും. മറിച്ചാണെങ്കിൽ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വിശാഖംകാരണിരം തിരിക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലെ. വൃശ്ചിക രാശിക്കാര് ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള ആശ്വാസം, ഒരു ബുദ്ധിമുട്ടായി നിൽക്കണം. ഇപ്പം ശനി അർദ്ധാശ്രമ സ്ഥാനത്തിൽ നിന്ന് മാറി ഇനിയിപ്പോ രാഹു 4 വരുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം 4 ശനി 5 രാശി മാറിയെന്നുണ്ട്. സോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പൊ നമ്മള് പലരും ചോദിച്ചു തുടങ്ങിയ കാര്യമാണ് രാഹു ഇപ്പൊ 4 വരില്ലേ. മനസ്സിലാക്കേണ്ട, ശനി 4 നിൽക്കുമ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഓക്കെ, മുമ്പിലൊരു തടസ്സമുണ്ട്. ഇപ്പം 2 വരിയുണ്ട്, ഇങ്ങനൊരു വരിയുണ്ട്. ഇവിടെ ഒരു തടസ്സം സൃഷ്ടിച്ചു വെച്ചേക്കുവാണ്. ഒരു വലിയ മരം ചാടിക്കിടക്കുവാണ്. ഇത് ശനിയാണ്. രാഹു എന്ന് പറയുന്നത് ഈ മരം ഇവിടെ കിടപ്പുണ്ടെങ്കിലും നമുക്ക് ഈ മരത്തിന് ഇങ്ങനെ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഉപയോഗിക്കുന്ന പാടായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ ആ ഒരു തടസ്സം സൃഷ്ടിക്കുകയല്ല രാഹു ചെയ്യുന്നത്. രാഹു എന്താ ചെയ്യുന്നത്,
വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോട് ഡൈവേർഷനാണ് ഉണ്ടാക്കുക. നമുക്ക് വേക്കൽ പാത്തൊന്ന് മാറ്റി ചിന്തിക്കാം. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണെങ്കിൽ ഇതിലെ പോകണ്ട അതിലെ പൊക്കോ അങ്ങനെ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഒന്ന് ചുറ്റിക്കും, ഒന്ന് ദൂരം കൂടുതലായിരിക്കും, പക്ഷെ എന്നാൽ പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, ശരി എന്ന് പറയുന്ന നാളിൽ നിൽക്കുമ്പോൾ എന്താണ് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ ആ ശരി തടസ്സം ഇവിടെ എന്തില്ല, രാഹു സൃഷ്ടിക്കുന്നില്ല, നമുക്ക് തിരിച്ചുവിടില്ല, ഡൈവേർഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വ്യാഴം 8-ൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇന്ന് ചെയ്യണം നമുക്ക് നാളത്തേക്ക് ചെയ്യാം, കുറച്ചുകൂടെ പിന്നെ ചെയ്യാം, ഇപ്പൊ വേണ്ട ഇപ്പൊ ചെയ്ത് ശരിയാവില്ല, ഒരു ടെൻഷൻ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് 9ലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവായി നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പുതിയ പരിശ്രമത്തിനൊക്കെ ശരിയായ ഒരു കാര്യം പുതിയ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കറക്റ്റ് ടൈമാണ് ഈ 2025 എന്ന് പറയുന്നത്. ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, അല്ലെ പുതിയ തൊഴിലിലേക്ക് പോകണം, അല്ലെ പുതിയൊരു പഠനം നടത്തണം, ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കുറച്ച് മോശമായ മാസം വരുമല്ലോ ഈ ഒരു മന്ത്ലി പ്രൊഡിക്ഷൻ പോപ്പർ ചെയ്യണം. മോശമായ ടൈം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂഷനിലേക്ക് കടക്കല്, പ്ലാൻ ചെയ്യാം, പ്ലാനൊക്കെ വേണമെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് നോക്കി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഡൽ മന്ത് മനസ്സിലാക്കി നല്ല മാസം മനസ്സിലാക്കി മുന്നോട്ടൊക്കെ പോവുകയാണെങ്കിൽ കൃത്യമായി മന്ത്ലി പ്രൊഡിക്ഷൻ കൂടി ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് ഈ വർഷം അടുത്തെടുക്കാൻ സാധിക്കും. ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ലേ, നമുക്കറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളെ ചിന്തിക്കുന്നവർക്ക് അത് വർഷത്തിന് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ മെയ്ക്ക് മുമ്പായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതിനുശേഷമാണെങ്കിൽ വിവാഹ അവസരങ്ങളൊക്കെ വരും, പക്ഷെ നമുക്ക് അത്ര കംഫോർട്ട് ആയിരിക്കില്ല. സോ കംഫോർട്ട് മെയ്ക്ക് മുമ്പായിട്ടൊക്കെ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഓരോ പ്ലാൻസ് ഉണ്ട്, നമുക്കൊരു ദീർഘവീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. രാഹു മാറ്റമൊക്കെ നമുക്ക് തൊഴിലൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷന് അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം, സ്ഥലമാറ്റമൊക്കെ ഉണ്ടാക്കി തരാനും നമുക്ക് നല്ല രീതിയിലൊരു പൊതുവെ നമ്മുടെ തൊഴിലൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പറ്റുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് എങ്ങനെയുണ്ട്, നമ്മൾ വാങ്ങുന്നത് എന്താണ്, മാർക്കറ്റിന്റെ പ്രൈസിന് ഒത്തിരി ഓവറായിട്ടാണ് വാങ്ങുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പം സ്ഥലം വാങ്ങുന്നവർക്ക് വാങ്ങാം, വിൽക്കുന്നവർക്ക് വിൽക്കാം, അതുപോലെ വാഹനം വാങ്ങുന്നവർക്ക് വാങ്ങാം. പക്ഷെ എന്ത് സാധനം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ല സമയം തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ ഗോൾഡ് അതൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്ക് നല്ല സമയമാണ്, സ്ഥലം വാങ്ങാൻ നോക്കുന്നവർക്ക് നല്ല സമയമാണ്, എല്ലാം അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന സമയമാണ് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം കടങ്ങളൊക്കെ കുറയുണ്ട്. ഈ കടങ്ങളൊക്കെ എപ്പോൾ അടിക്കാൻ പറ്റും? 2025 ശ്രമിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. കൃത്യമായ പ്ലാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2025 നമുക്ക് കടങ്ങളൊക്കെ അടിച്ച് തീർക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചെറിയ കടത്തിലേക്കൊക്കെ എത്തിച്ച് നമുക്കൊരു എന്താണ് സ്റ്റേബിൾ ആവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങും. നമുക്കൊരു പൊതുവെ പറഞ്ഞ റിഫ്രഷ്മെന്റ് കിട്ടും. നമുക്ക് ഇത്ര നാളുണ്ടായിരുന്ന തടസ്സങ്ങൾ, ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് എക്സാമിലൊക്കെ പരാജയപ്പെട്ടുണ്ടാവും, പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നേക്കാം, തൊഴിൽ തടസ്സങ്ങൾ, ബിസിനസ്സിലായൊരു പുതിയ ഇങ്ങനെ പല തടസ്സങ്ങൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറി നമുക്കതിന് അടുത്തൊരു പാത അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു തടസ്സത്തെ ഒന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി നമുക്ക് മുമ്പോട്ടൊക്കെ പോകാൻ പറ്റുന്ന റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടുന്ന ഇയർ തന്നെയാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ ഒക്കെ ക്രോസായി നിൽക്കുന്ന ടൈം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ പ്ലാനും അതിനനുസരിച്ചുള്ള എക്സിക്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. നല്ല കൃത്യമായ നിൽക്കുക, നല്ലൊരു പ്ലാൻ ഉണ്ടാവുക, നല്ല വിശ്വാസം ഉണ്ടാവുക, വിശ്വസിച്ച് മുന്നോട്ട് പോവുക, എന്താണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുക, കൃത്യമായ പരിശ്രമം നടത്തുക, ആവശ്യമായ പരിശ്രമം നടക്കുക, ആവശ്യ സമയത്ത് എന്താണ് പേഷ്യൻസും ടേക്ക് കെയർ ചെയ്യുക, ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. ധനുരാശി പൂരം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ. ധനുരാശിയെ സംബന്ധിച്ചോളം ശനി 4, രാഹു 4 നിന്ന് 3ലേക്ക്. രാഹു ഏതൊരു രാശിമാറ്റം നമുക്ക് പോസിറ്റീവാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വ്യാഴത്തിന്റെ രാശിമാറ്റം മാറിയതിനു ശേഷം നമുക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരും. മൈൻഡ് ഒരു പോസിറ്റീവ് ഒക്കെ ആവുന്ന മന്തായിരിക്കും. മെയ് മാസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. സോ അതിനുശേഷം നമുക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. ശനിയുടെ മാറ്റം മാത്രമാണ് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുക.
പക്ഷേ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും പിന്നീട് മാറും, പിന്നെയും തടസ്സം ഉണ്ടാക്കും, പിന്നെയും മാറും, പിന്നെ തടസ്സം ഉണ്ടാകും, മാറും, തടസ്സം വരും, മാറും. എന്നുവെച്ചാൽ ഓരോ തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും ഇറങ്ങുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ ശേഷം അത് മാറും, പിന്നീടും ചെറിയ തടസ്സം വരും, പിന്നീട് മാറും. അങ്ങനെ ഒരു റിപ്പീറ്റ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാക്കി നിൽക്കുക. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികളൊക്കെ നോക്കിയാലും, ഫിനാൻസ് ആയിട്ട് നോക്കിയാലും, ഫാമിലിയിലായിട്ട്, വിവാഹ കാര്യങ്ങൾ എല്ലാ കാര്യം നോക്കിയാലും എല്ലാ കാര്യത്തിലും തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും. സോ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, അതിനുശേഷം ഒരാളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ തടസ്സങ്ങൾ മാറും. പിന്നെ അടുത്ത തടസ്സം വരുമ്പോൾ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ തടസ്സങ്ങളൊക്കെ നമുക്ക് വലിയ അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകും. നമ്മൾ അയ്യോ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ മോശ സമയമാണോ, മോശ സമയമല്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം, ജാഗ്രത എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശനി 4-ലേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഫാമിലി സംബന്ധമൊക്കെ കുടുംബാംഗത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. വിവാഹ യോഗമൊക്കെ പറയാവുന്ന വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശനി 4-ലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, തടസ്സങ്ങളൊക്കെ വന്നാലും പിന്നീട് വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കും കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയില്ലാത്തവരിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സ്, അയൽവക്കത്തിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ സഹായിക്കാനൊക്കെ അവസരമുള്ള സമയമാണ് 2025 എന്ന് പറയുന്നത് കേട്ടോ. രാഹു 3-ലേക്കൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് ചെറിയ എന്താണ് പുതിയ രീതിയിലൊരു എനർജി കിട്ടിയ അവസ്ഥ, ഒരു എനർജി ആയിട്ടുള്ള അവസ്ഥയൊക്കെ തോന്നാൻ സാധ്യത. തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കുക, മുമ്പോട്ട് പോവുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ആ പോസിറ്റീവായ ചിന്തയിൽ മാത്രം നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കുക കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ ധനുരാശിയെ സംബന്ധിച്ചാൽ നമ്മുടെ 8ാം ഭാവാധിപൻ ചന്ദ്രൻ, അഷ്ടമാധിപനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു മൂഡ് ഓഫ് വന്നു, ഒരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മാറി പോസ്റ്റിലേക്ക് വരാൻ ഭയങ്കര പാടായിരിക്കും. സോ എന്താണ്, വീക്കാണ് അല്ലെ, അഷ്ടമാധിപനാണ്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പോസിറ്റീവ് ചിന്തയോടെ നിൽക്കുക, എന്ത് കാര്യത്തിനും ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കുക, ഈശ്വര വിശ്വാസത്തോടെ നന്നായി പ്രാർത്ഥിക്കുക, അതിനുശേഷം മറ്റുള്ളവരെയും സഹായിക്കുകയും ചെയ്യുക. അപ്പൊ നമുക്ക് ആരുടെയെങ്കിലൊക്കെ സഹായം നമുക്ക് ലഭിക്കും, നമുക്ക് അനുകൂലമായിട്ട് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ആ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് ആ എന്ത് പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിനെയൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ അമ്മ ഇത്ര വലിയ പ്രശ്നമാണെന്നും കരുതാതെ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ എനിക്ക് മനസ്സിലായി, ഈ പ്രശ്നത്തിന് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത, ഇതൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ കുഴപ്പങ്ങൾ. ഓക്കെ, ഇതിനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനൊക്കെ മറികടക്കാൻ സാധിക്കും. ഈ ഒരു ചിന്താഗതിയാണ് വേണ്ടത്. ഓക്കെ, പോസിറ്റീവായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ എൻ്റെ അമ്മ ചിന്ന വലിയ പ്രശ്നം, ഇങ്ങനെ ചിന്തിക്കാതെ ഒരു പ്രശ്നം ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് സോൾവ് ചെയ്തോളാം, ഈ പ്രശ്നം ഓക്കെ ഇന്ന ആരോട് ഹെൽപ്പ് ചോദിക്കാം, ഓക്കെ ശരിയായി, ഇങ്ങനെ എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാം, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഏറ്റവും ബേസിക് ആണ് 5 + 4 9 അല്ലേ, സൊല്യൂഷൻ കിട്ടി. 5 + 4 നമ്മുടെ ഈ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ 2 എന്ന് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ 5 + 4 ചോദിക്കുമ്പോൾ 2 എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം എന്താണോ അതനുസരിച്ച് വേണം സൊല്യൂഷൻ കൊടുക്കാൻ അല്ലേ. അപ്പൊ ആ പ്രോബ്ലം ഐഡന്റിഫൈ, ആദ്യമേ പ്രോബ്ലം 5 + 4 ആണ് മനസ്സിലാവണം, എന്നാൽ അത് 9 സൊല്യൂഷൻ ആണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ ആദ്യം പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ നമുക്ക് സൊല്യൂഷൻ ഇട്ട് അത് അപ്ലൈ ചെയ്ത് ആ ഒരു സൊല്യൂഷൻ സെറ്റ് ആക്കാം, എന്ന് വെച്ചാൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ സഹായിക്കും. സോ ഐഡന്റിഫൈ ദ പ്രോബ്ലം ആൻഡ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. പിന്നെ മുതിർന്നവർക്ക് ചിലർക്ക് ചെയ്ത ചിന്താഗതി ഉണ്ടാകും, ഞാൻ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ ഇരിക്കും, ഒരു ജോലി ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ സുഖം കിട്ടുന്നില്ല, ഇത്ര നാളും അധ്വാനിച്ച് ഇങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളായാലും തൊഴിൽ സംബന്ധമായിട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാനും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഫോക്കസ് ശരിക്കും ഏകാഗ്രത ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങാം കേട്ടോ. ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു 2025 എന്ന് പറയുന്നത് മോശ സമയമല്ല. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, മോശ സമയമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് ഈ വർഷം കടന്നു പോകും കേട്ടോ. മകരരാശി, ഉത്രാടം, മുക്കാളി, തിരുവോണം, അവിട്ടമരടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത്. മകരരാശിക്കാര് ഭയങ്കരമായിട്ടുള്ള ഉത്സാഹത്തിലായി, കാരണം നമ്മൾ ഇതിന് മുമ്പത്തെ എന്താണ് മന്ത്ലി പ്രഡിക്ഷനിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നല്ല നല്ല ടൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാറുണ്ട് അല്ലെ. ആ പ്രശ്നങ്ങളൊക്കെ 2025 എന്ന് പറയുമ്പോൾ, ഈ 2025 എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന മാറ്റമാണ്. ഏകദേശം 8 to 9 months നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്ന സമയം തന്നെയാണ്. ഓക്കെ, അപ്പം സന്തോഷം അല്ലേ? ഒരു ദീർഘ ശ്വാസം നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് എന്നുവെച്ചാൽ മറ്റുള്ള രാശിക്കാർ നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇവര് കഷ്ടപ്പെട്ട എന്താണ് ഇവർക്ക് നന്നായി അറിയാം. ഇവർ പലരോടും പല കാര്യങ്ങളും പറയാതെ എന്താണ് പല രാത്രി മറ്റുള്ളവർ കടന്നുറങ്ങുമ്പോൾ ഇവർ എന്താണ് ആരും അറിയാതെ കരഞ്ഞ്, അല്ലാതെ ശബ്ദമില്ലാതെ കരഞ്ഞ് പല തരത്തിലുള്ള ദുഃഖത്തിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്, പല തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ പോലും ഇവർക്ക് ഇവരുടെ ഉള്ളിൽ നീറ്റ് എന്താണ് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവർ കൃത്യമായിട്ട് അനുഭവിച്ച അല്ലെ, നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചു മകരരാശിക്കാര്. എന്തൊക്കെ കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റൂലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ. ചില ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറൊരാളോട് പറയാൻ പറ്റില്ല. കാരണം പങ്കുവെച്ചാൽ ചിലപ്പോൾ ആ വിഷമം കുറഞ്ഞേനെ, പക്ഷെ ആ പങ്കുവെക്കാൻ പോലും പറ്റൂലാത്ത അവസ്ഥ, അല്ലെ പങ്കുവെക്കാൻ നല്ലൊരു പങ്കാളി, നല്ലൊരു സുഹൃത്തില്ലാത്തൊരവസ്ഥ. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഉണ്ട്, പക്ഷെ ഇവരുടെ കയ്യിൽ ഇല്ല. ശരിക്കും ഇവരെന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, ചുരുക്കി പറഞ്ഞ അന്നേക്കുള്ള വക പോലും ശരിക്കും ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. പലതരത്തിലുള്ള ദുഃഖങ്ങൾ ആസ്വദിച്ചു. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കടത്തിലായിരിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ചതികൾ. നമ്മളെ സുഹൃത്താണ് വിചാരിച്ച പലരും നമ്മളെ ചതിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനൊക്കെ മാറി നമുക്ക് ഈ 2025 നമുക്ക് നല്ലൊരു വർഷമായിട്ട് നമുക്ക് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നേട്ടം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നതാണെന്ന് പുറത്തൊരു മനുഷ്യനോട് പറയണ്ട. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പോവാണ് പറയണ്ട, ചെയ്യുക. ചെയ്തതിന് ശേഷം ഞാൻ ഇന്നൊക്കെ ചെയ്തു കൂട്ടോ അല്ലെങ്കിൽ ഇന്നൊക്കെ നേടി എന്നും പറയണ്ട. മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കുറിച്ച് പറയട്ടെ അല്ലെ. എന്നുവെച്ചാൽ ഇന്ന് വരെ നിങ്ങളെ കുറ്റം പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നിങ്ങളെ പുകഴ്ത്തണം. അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള സത്യാവസ്ഥ, നിങ്ങളെ നേടിയ കാര്യം പറയണം, അല്ലെ അവരെയും കൊണ്ട് പറയിപ്പിക്കണം. നമ്മളത് പറഞ്ഞുകൊണ്ട് നടന്നു പോലത്തെ വലിയ കാര്യമില്ല അല്ലെ. ആ ഒരു രീതി. അപ്പം സൈലന്റ് ആയിട്ട് ഇരിക്കുക, സൈലന്റ് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ അറിഞ്ഞോളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പക്കയാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2025 നല്ല റിസൾട്ട് തരും. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാശിനാഥൻ തന്നെയാണ് നമുക്ക് പല കഷ്ടങ്ങളും തന്നുകൊണ്ടിരുന്നത് അല്ലെ. ആ രാശിനാഥൻ നമുക്ക് എന്താണ് 3ലേക്ക് മാറുകയാണ്. നമ്മൾ അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങളാണ്. ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് നമുക്കൊരു കാര്യം കിട്ടി, എന്താണ് നമുക്ക് നല്ല ജ്ഞാനം, നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു സമ്പത്താണ് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അല്ലെ. പല പല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നല്ലതുണ്ടാവും, മോശമായിട്ടുള്ളതുണ്ടാവും, കയ്പേറിയതുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ അറിവുകളൊക്കെ ശരിക്കും പറഞ്ഞ ജെംസാണ്, നല്ല ജെമ്മാണ്, നല്ല രത്നങ്ങളും നല്ല മുത്തുകളുമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 2025 നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ച് നിങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെ നിൽക്കുക. കാരണം ഈ 2025 നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ജാതകവും കൂടി നല്ലതാണ്, നിങ്ങൾക്ക് നല്ല ദശയും കൂടിയൊക്കെ നടക്കുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വർഷമായിട്ട് 2025 വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇയർ ആണ്, മകരരാശിക്കാരുടെ ഇയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വർഷം തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. കടങ്ങളൊക്കെ അടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്കുണ്ടായിരുന്ന ഭയങ്കര വലിയൊരു വിഷമമാണ്, ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അതൊക്കെ സോൾവ് ആയിക്കോളൂ കേട്ടോ. നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അവർക്ക് ബോധ്യമായി വരും. ഇത്ര നാൾ അവർക്കത് ബോധ്യമില്ല, ചിലതൊക്കെ കണ്ടാലും കണ്ടില്ലാത്ത മട്ടിൽ അവർ നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഇനി അവർക്ക് നടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് അതിലൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ വില എന്താണ് അവർ മനസ്സിലാക്കി തുടങ്ങും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നല്ല ഇയർ ആയിട്ട് 2025 നിങ്ങൾക്ക് വരും കേട്ടോ. സോ അതൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. 2025 നമ്മൾ കാല് വെക്കുമ്പോൾ നമുക്ക് നല്ല വിജയത്തിന്റെ സ്റ്റെപ്പുകൾ കയറാൻ നമ്മളെ സഹായിക്കും കേട്ടോ.
എല്ലാ കാര്യത്തിനും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. വിദേശ യോഗമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. രാഹു 2 വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല. ശനി നമുക്ക് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് രാഹുലിലേക്കുണ്ട്. 8-9 മാസം നമുക്ക് അനുകൂലമായ മാസം തന്നെയാണ് കേട്ടോ. ആരോഗ്യ സമയം നോക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ആയി നല്ല രീതിയിൽ ഹെൽത്ത് ആകും. നമുക്ക് നല്ല മെഡിസിൻ ഒക്കെ കിട്ടാൻ മരുന്ന് കഴിക്കുന്ന കൃത്യമായിട്ടുള്ള ഫലം, ആ മരുന്ന് കഴിച്ച് നമുക്ക് ആ അസുഖം കുറയാനൊക്കെ സഹായിക്കും കേട്ടോ. ഇത്ര നാളെ മരുന്ന് കഴിച്ചിട്ട് അസുഖം കുറയുന്നില്ല, പല അസുഖങ്ങളും കുറയുന്നില്ല എന്നുള്ളവർക്കൊക്കെ അതൊക്കെ കുറഞ്ഞ് കൃത്യമായിട്ട് നല്ല മരുന്ന് സേവിക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ 2025 ഇനി ആ മരുന്ന് കഴിച്ചിട്ട് കുറയണില്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കണ്ട, നിങ്ങൾ കൃത്യമായിട്ട് നല്ല മരുന്ന് കഴിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ നല്ല ഔഷധം മേടിച്ച് കഴിക്കാൻ നോക്കുക, നല്ല വൈദ്യന്റെ കയ്യിൽ മേടിക്കാൻ നോക്കുക. ഓട്ടോമാറ്റിക് നല്ല രീതിയിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പക്ഷെ എല്ലാത്തിനും നല്ല നിങ്ങൾക്ക് ഉള്ള റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തി വരുന്ന സമയമായിരിക്കും 2025 എന്ന് പറയുന്നത്. സോ വിഷമിക്കേണ്ട. ഈ സമയം നിങ്ങൾ ഒത്തിരി അന്ന് ആസ്വദിച്ച് മുമ്പ് റെസ്റ്റ് ചെയ്യുക. ഇത്ര നാളെ കഷ്ടപ്പെട്ടല്ലേ എന്ന് വിചാരിക്കൊന്നും വേണ്ട. നിങ്ങൾ വർക്ക് ചെയ്യാം. നല്ല സമയം വരുമ്പോൾ നമ്മൾ നല്ല മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ സഹായിക്കും കേട്ടോ. സോ വിഷമങ്ങളൊക്കെ മാറ്റുക, നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോവുക. കുടുംബത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. പലരും എന്താണ് രണ്ട് വക്കിലായി നിൽക്കുന്നവരുണ്ടാവും. എല്ലാം നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷം തന്നെയാണ് 2025 വരുന്നത്. സന്തോഷകരമായി ആനന്ദകരമായി നമുക്ക് നല്ല രീതിയിൽ പുരോഗതി എല്ലാം കൈവരിച്ച് സന്തോഷമായി നമുക്ക് ഈ 2025 നടത്തിയെടുക്കാൻ സഹായിക്കും കേട്ടോ. കുംഭരാശി അല്ലെ, അവിട്ടമര ചതയും പൂട്ടായും മുക്കാടുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത്. കുംഭരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് 2025 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് 50% നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറയും. ഓക്കെ, നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ 50% ദോഷഫലങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയ രീതിയിലുള്ള ആശ്വാസമൊക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് മുന്നോട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ എന്താണ്, നല്ലതാണോ എല്ലാം കൃത്യമായിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണോ ഞാൻ ഒരിക്കലും പറയില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഈ ഇയറിൽ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓക്കെ, കാരണം ഓവർ എക്സ്പെക്ടേഷൻ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില സിനിമാസ് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ പറയും ഓക്കെ ഇന്ന ഇതാ ഭയങ്കരമാണ്, ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യേണ്ട സിനിമയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചെന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ച രീതിയിൽ ആ സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ സിനിമ ഫ്ലോപ്പാ അല്ലേ. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. സോ അതുപോലെ ഈ ഇയർ നിങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത് വെക്കണ്ട, ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ചെയ്ത് വെക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഇയർ കടത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യൻസ്, സമാധാനം എല്ലാ കാര്യത്തിലും വെക്കുക. ഓക്കെ, കുംഭരാശി എന്ന് പറയുന്നത് തന്നെ വേഗതയുള്ളവരാണ്. സോ മൂന്നാമതായിട്ട് വേഗത കുറയ്ക്കുക. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, ചില തീരുമാനം എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ച് എൽഡേഴ്സിന്റെയും കൂടി ഒരു അഭിപ്രായം കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഏറ്റവും ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് പരിശ്രമം. നമുക്കൊരു കാര്യം വിടാമൂർച്ച അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ വിട്ട് കളയാതെ തന്നെ കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് വർക്ക് ഹാർഡ് ട്രൈ അഗൈൻ. ഓക്കെ, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം നേടുന്നവരെ പരിശ്രമിക്കുക, ഒരു കാര്യം കിട്ടുന്നവരെ പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുംഭരാശി സംബന്ധിച്ചുള്ള എപ്പോഴും ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണ്ടാവും. സോ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും എന്താണ് 24 hours പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നാവിടുത്ത നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് കുറച്ച് ആളുകൾ, അവരുടെ കൂടെ കൂട്ടായോ അല്ലെങ്കിൽ അവരുടെ കൂടെ നടപ്പോ ഒന്നും വേണ്ട. പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പറയുന്നത് പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവായി നമുക്ക് അവരുടെ കൂടെ കുറച്ച് സംസാരിച്ച് നമുക്ക് കൂടി പോസിറ്റീവ് കിട്ടും എന്നുള്ളവരുടെ അടുത്ത് സംസാരിക്കുക. അല്ലെങ്കിൽ ചില ആളുണ്ട് ചിലരുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ എത്ര പോസിറ്റീവ് ആണ് പറഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് നെഗറ്റീവ് ആയി പോകും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വേറെ അടുത്ത് എടാ നീ തന്നെയാണോ ഇത്, ആ ഒരു ചിന്താഗതിയിലോട്ട് പോകും. കാരണം എന്താണ് അത്ര നമ്മൾ നെഗറ്റീവ് ആക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അത് ആറ് തന്നെയായാലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണ്, ഏത് തരത്തിലുള്ള ബന്ധത്തിലുള്ളവരായാലും അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് എടുത്താൽ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആദ്യമായിട്ട് മിണ്ടാതെ ഇരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടോ അതുകൊണ്ട് നിന്നോട് ഞാൻ മിണ്ടുന്നേ ഇല്ല അങ്ങനെ പറഞ്ഞ് ബഹളം അല്ലെ അടിയുണ്ടാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. എന്താ വേണ്ടത്, നമുക്ക് നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. നിങ്ങളുടെ യുക്തി മനസ്സിലാക്കി നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം.
മാക്സിമം നല്ല ആളുകളുടെ കൂടെ, പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ സ്റ്റേ ചെയ്യുക. അവർ പോസിറ്റീവായി നിൽക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവും. അവരെപ്പോഴും പോസിറ്റീവ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അവിടെ കയറി നമുക്ക് നെഗറ്റീവ് പറയാൻ തോന്നൂല. ഓക്കെ, നമ്മൾ എത്ര നെഗറ്റീവ് അടിക്കുന്നവരാണെങ്കിലും മാക്സിമം നമ്മൾ തന്നെ ശ്രമിക്കുക, നമ്മൾ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ കാണുന്നവർ, ന്യൂസ് കാണുന്നവർ, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക കുംഭരാശിക്കാരൻ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് ഈ 2025 കടത്തിയെടുക്കാൻ സാധിക്കും. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ അമ്മോ എന്നെ കൊണ്ട് താങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഡൗൺ ആയി പോകും. സോ മാക്സിമം പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ വെച്ചാൽ ഒരു വലിയ ഡിസിഷൻ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സുപ്രധാനമായ കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കല്ല. ഓക്കെ, ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ മുതിർന്നവരാവാം, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ആവാം. ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും, ഇപ്പൊ പ്രൊഫഷനിൽ നിൽക്കുന്നവരായെങ്കിലും, നിങ്ങളും കഴിഞ്ഞാൽ ആരും മേഖല എക്സ്പീരിയൻസ് ഉണ്ട്. സോ അവരോട് ചോദിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ബിഗ് ഡിസിഷൻ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വയമേ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുംഭരാശി സംബന്ധിച്ചിടത്തോളം 2025 കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവുകയാണ് ഇത് റിസ്ക് ആണ്, ഇത് ഞാൻ ഇറങ്ങി എനിക്ക് കുറച്ച് കൂടുതൽ നേട്ടമുണ്ട്, പക്ഷെ റിസ്ക് ആണ് തോന്നിയോ, വേണ്ട ഇറങ്ങല്ല. റിസ്ക് ആണ് നിങ്ങൾക്ക് തോന്നിയ എത്ര ലെസ് ചാൻസ് ആണെങ്കിൽ പോലും അവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പറയുന്നത്. നിങ്ങൾ ഈസിയായിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് വലിയ റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കാരണം ഇത്തവണ നമ്മൾ ഒത്തിരി റിസ്ക് എടുത്ത് വെക്കണ്ട. നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫിനാൻസ് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം നഷ്ടത്തിലാവും. എത്ര സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ കടത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഇനി കടമൊന്നും ഇല്ലെങ്കിൽ, അല്ല വലിയ വരുമാനം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കടത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. സോ സാമ്പത്തിക ഫിനാൻസ് കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ജാഗ്രത. കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, കൃത്യമായിട്ട് എക്സസൈസ്, വ്യായാമം, നമ്മുടെ ശരീരം നല്ല രീതിയിൽ നോക്കി ഹെൽത്ത് നന്നായി നോക്കുക കേട്ടോ. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്, യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുന്നവർ വാഹനം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് പ്രണയത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഇതിനെങ്ങനെ നിങ്ങൾ ഡീല് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ലവേഴ്സ് ആയാലും മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ഡീലിങ് എങ്ങനെയാണ് എന്നനുസരിച്ചിരിക്കും. സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ തന്നെ വിടുന്നതാണ് ഏറ്റവും ഉത്തമം പറയുന്നത്. സോ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല, ഓക്കെ കുഴപ്പമില്ല, കേൾക്കാത്ത രീതിയിൽ വിട്ടേക്കുക. ചില പ്രശ്നങ്ങൾ നമ്മൾ അവിടെ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ഓക്കെ അവിടെ പറയാൻ നിൽക്കണ്ട. നമുക്കറിയാം ഇങ്ങനെ അടിച്ചാലാണ് ഒച്ച കേൾക്കുള്ളൂ അല്ലെ. സോ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നമ്മൾ നോക്കുക. നമ്മൾ എത്രമാത്രം ടേക്ക് കെയർ ചെയ്താണോ നിൽക്കുന്നത് അതനുസരിച്ച് നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങളും കുറഞ്ഞ് എത്രമാത്രം നമ്മൾ പോസിറ്റീവ് എനർജി കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥന, ഈശ്വരാധനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. കാരണം ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് തരുന്നതാണ് അല്ലെ. അപ്പം നമുക്ക് പൊതുവെ നമുക്കൊരു പോസിറ്റീവായി നിൽക്കാൻ സഹായിക്കും. സോ 2025 നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഒരു സമ്മിശ്ര ഫലമായിരുന്നു പൊതുവെ കേട്ടോ. മീനരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ, മീനരാശി എന്ന് പറയുന്നത് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത്. മീനരാശിക്കാരോട് പറയുകയാണെങ്കിൽ 2025 നിങ്ങൾക്ക് ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓക്കെ, അത് തന്നെ ആദ്യം അങ്ങ് എടുത്ത് പറഞ്ഞേക്കുക. കാരണം നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഇട്ടുകൊണ്ട് ഈ വീഡിയോ പോലും കാണില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഓവർ എക്സ്പെക്ടേഷൻ എവിടെ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ 2025. ഓക്കെ, അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. നമുക്ക് ജന്മശനിയാണ് വരുന്നത്. രാഹു കേതുക്കൾ 6-12 ശനിയോട് അടുത്താണ് നിൽക്കുന്നത് അല്ലെ. വ്യാഴം എന്ന് പറയുന്നത് 3-4 നമുക്ക് രാഹുലേക്ക് ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ശനിയുടെ മേലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസരങ്ങളൊക്കെ പെട്ടെന്നൊക്കെ വരും. അപ്പൊ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്താൽ വലിയ പ്രശ്നമില്ല. നമ്മുടെ ഹാൻഡിലിങ് ഒന്ന് തെറ്റിയാ നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് എത്തും. ഒരു കാര്യം വരുമ്പോൾ, ഒരു അവസരം വരുമ്പോൾ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ല. ഒരു അവസരം വരുമ്പോൾ അത് നമ്മൾ പാഴാക്കി അല്ലെങ്കിൽ ഒരു അവസരം തെറ്റായ അവസരമായി എടുക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലായാലും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം. മനസ്സിലാക്കുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 പേരും അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഏത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും. സോ ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണേ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കണം. ഓക്കെ, എന്നുവെച്ചാൽ
നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? പോസിറ്റീവായി നിൽക്കുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല, ഇതാവുന്നത് ഒന്നുകിൽ ഡിവോഴ്സ് ചെയ്യുക. ഓക്കെ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡിവോഴ്സ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫാമിലിയിൽ ഒന്ന് സംസാരിച്ച് എന്താണുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിച്ച് നിങ്ങളായ സ്വയം തീരുമാനം എടുക്കാതെ എന്ത് ചെയ്യുക? മറ്റൊരു 2-3 പേരോടും കൂടി ചോദിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹാൻഡിൽ ഒന്ന് പിഴച്ചാൽ അത് മൊത്തത്തിൽ പോയി. ഓക്കെ, പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാവും. സോ ഹാൻഡിൽ നല്ല രീതിയിൽ നമ്മൾ പറയില്ലേ, ചില്ലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയറിന്. സോ 2025 നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകണം, ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം. സോ എന്തൊരു കാര്യം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തെറ്റുകളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. നമ്മളൊരു കാര്യം ചെയ്യുന്ന തെറ്റാ നമുക്ക് തോന്നുന്നു ഇല്ല, പക്ഷെ പിന്നീട് അത് മനസ്സിലാവും അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് സംസാരിച്ച് പോകുമ്പോൾ ഇങ്ങനെ എന്താണ് അറിയാതെ ഇങ്ങനെ ചെയ്തു. പക്ഷെ എനിക്കത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നാറില്ല അല്ലേ? പക്ഷെ എഡിറ്റിങ് ചെയ്യുമ്പോൾ അവരെന്ത്, നമുക്ക് എഡിറ്റിങ് ചെയ്യുമ്പോൾ അവർ എന്ത് പറയും? അത് അങ്ങനെ ചെയ്ത് മോശമായി പോയി, അല്ലെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ആ ഒരു സംഭവം. അന്ന് നമ്മളൊരു കാര്യം ചെയ്ത് നമുക്ക് തെറ്റായി തോന്നും. പക്ഷെ നമുക്ക് നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എന്ത് പറയും? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കും, അത് തെറ്റായി പോട്ടോ, അങ്ങനെ ചെയ്യില്ല, അല്ലെ അങ്ങനെ പറയല്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് കേട്ടു നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് നന്മയ്ക്ക് വേണ്ടി അവർ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ അല്ലെ? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പറ്റും തെറ്റി നിൽപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇപ്പൊ നമുക്ക് തന്നെ ഒരാൾ ചെയ്യുന്ന കാര്യം അവർക്ക് ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നിയിട്ടായിരിക്കില്ല അവർ ചെയ്യുക, പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തെറ്റല്ലേ? ഇപ്പൊ നമ്മൾ അവിടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ അവരോട് പറയും, മോനെ അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, എന്താ നമ്മൾ എന്താണോ ഒരു അനുസരിച്ച് നമ്മൾ വയ്ക്കുന്നത്, ഈ ചെയ്ത രീതി തെറ്റിപ്പോയില്ലേ, അല്ലെ അവരോട് പെരുമാറുന്നത് തെറ്റിപ്പോയില്ലേ, അവരോട് ഇങ്ങനെ പെരുമാറാനായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ആ രീതി പറയില്ലേ? നമ്മളവരുടെ നന്മ, അവരുടെ മോശം ആഗ്രഹിക്കുന്ന നമ്മൾ അവരെന്തെങ്കിലും കാണിക്കുന്നത് നമുക്ക് എന്നാ കുഴപ്പം അല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം മനസ്സിലായില്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ വെച്ചാൽ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക, തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ മീനരാശിക്ക് സ്ട്രെസ് ഉണ്ടാവും, അത്യാവശ്യത്തിലധികം സ്ട്രെസ് ഉണ്ടാവും. സോ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സ്ട്രെസ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതെന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല നല്ല ചിന്താഗതിയിൽ പോസിറ്റീവായ തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കുക. ഓക്കെ, ചില കുഴപ്പങ്ങളൊക്കെ കണ്ടാലും ചില പ്രശ്നങ്ങളൊക്കെ കണ്ടാലും അല്ലെങ്കിൽ ചില സ്ഥലത്ത് വഴക്കിടേണ്ട സാഹചര്യം ആണെങ്കിൽ അവിടെ അത്ര അങ്ങ് മൈൻഡ് ചെയ്യണ്ട. ചില കാര്യങ്ങൾ കേട്ടു, ഓക്കെ അവർ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞു കൊടുത്ത് അവിടെ ബഹളല്ലാതെ അവിടെ വേറെ നന്മയൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, നിങ്ങൾ കേട്ടില്ല എന്ന് രീതി വിട്ടേക്കുക. ഒരിടത്ത് നമ്മുടെ കുറ്റം പറഞ്ഞു, നമ്മൾ കേട്ടു, പക്ഷെ നമ്മളവിടെ പ്രതികരിക്കാൻ പോകുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ലേ? പ്രതികരിക്കണ്ട, അങ്ങ് വിട്ടേക്കുക. അവരുടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായോ? ആ രീതിയിൽ മുന്നോട്ട് പോവാം. ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ എന്താണ് ഇതിലോട്ട് കൊണ്ടുപോകണ്ട. ആര് പറഞ്ഞ കേട്ടു, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ കൊണ്ട് അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച് ഇന്ന് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, അത് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും, ഇങ്ങനെ ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ നോക്കണ്ട. ഓക്കെ, അതുപോലെ ചില കാര്യം കേട്ടില്ല എന്ന രീതിയിൽ തന്നെ വെക്കുക. ഓക്കെ, അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഒരു കാര്യം ഒത്തിരി കേട്ടോ അല്ലെങ്കിൽ കണ്ടോ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഓക്കെ, മീനരാശിക്കാരൻ. സോ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ. നിങ്ങളുടെ ആരോഗ്യ സംബന്ധവും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളോ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കരുതിയിരിക്കാൻ നല്ലതായിരിക്കും. ഇച്ചിരി ടേക്ക് കെയർ ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്മൂത്തായിട്ട് ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓവർ എക്സ്പെക്ടേഷൻ 2025 വേണ്ട കേട്ടോ. ആ കാര്യത്തിൽ നിന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ. ബാക്കി കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെയായിരിക്കുന്നേ. അപ്പം എന്താണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം. അപ്പൊ വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. എത്ര വലിയ പ്രശ്നങ്ങളായാലും നമുക്ക് നേരിടാൻ പറ്റുന്നേ. ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നോക്കുമ്പോൾ നിന്നെ കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ നീ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് എനിക്കൊന്ന് അറിയണം എന്ന രീതിയിലായിരിക്കും. അപ്പം ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരന്റെ കൂട്ടന്നെ പിടിക്കുക, ഈശ്വരനെ നന്നായി വിശ്വസിക്കുക, ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മുടെ കൈ കൂടെ ഉപയോഗിച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് മുന്നോട്ട് ചാടാൻ പറ്റും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ഓരോ കഴിവിനനുസരിച്ചാണ് ഓരോ പ്രശ്നങ്ങൾ കൊടുക്കുന്നത്. നിന്നെ കൊണ്ട് ഇതിനെ സോൾവ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇപ്പൊ നമുക്കറിയാം 5ാം ക്ലാസ്സിൽ തന്നെ കണക്കാണോ 10ാം ക്ലാസ്സിൽ തന്നെ?
അല്ല. 10 തന്നെ കണക്കാണ് എഞ്ചിനീയറിംഗും തന്നെ അല്ല. ഓരോ ലെവലിലും പറ്റുന്ന അനുസരിച്ചുള്ള ആ സ്റ്റുഡൻസിന് പറ്റുന്ന ലെവലിനനുസരിച്ചുള്ള കണക്കല്ല തരുന്നത്. ആ ലെവലിലുള്ള സ്റ്റുഡൻസിന് അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് നീ എങ്ങനെ സോൾവ് ചെയ്യും? മടി കാണിച്ച് സോൾവ് ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് സോൾവ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് പാതയിൽ കൂടെയാണ് നീ സോൾവ് ചെയ്യുന്നത്, അതെല്ലാം നോക്കും അല്ലേ? അപ്പം ആ ഒരു രീതിയാണ്. സോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈശ്വരൻ നമ്മളെ നന്നായി ടെസ്റ്റ് ചെയ്യുകയാണ്. നമുക്കതിനുള്ള എബിലിറ്റി ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ അവിടെ തോറ്റ് പിന്മാറുകയാണ് ചെയ്യുന്നത്, ജയിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരൻ എന്ത് ചെയ്യും? കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഒരു ചെറിയ സഹായം കൂടെ ഉണ്ടെങ്കിൽ അവൻ ഓക്കെയാണ്, അപ്പൊ ചെറിയ സഹായം ചെയ്യും. അല്ലെ, ഇവന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എൻ്റെ സഹായത്തിന്റെ ആവശ്യമില്ല, ഓക്കെ, അപ്പൊ അവൻ തന്നെ സോൾവ് ചെയ്തോളും. ആ രീതിയിൽ നിൽക്കും. അപ്പം നമ്മൾ പ്രശ്നം വരുമ്പോൾ ഒത്തിരി ടെൻഷൻ അടിക്കണ്ട. പ്രശ്നം വരണുണ്ടോ, നമുക്കതിന് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്ന് ഈശ്വരന് തോന്നിയിട്ട്, അല്ലെ ജഗദീശ്വരന് തോന്നിയിട്ടാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശ്വരൻ നമ്മളിൽ ആ വിശ്വാസം ഈശ്വരൻ നൽകുന്നുണ്ട്. എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ട്, അല്ലെ ആ ഒരു എനർജി, അല്ലെങ്കിൽ എനിക്കതിനെ തരണം ചെയ്യാൻ പറ്റും എന്ന് ഈശ്വരന് തോന്നിയിട്ടാണ് എനിക്ക് തന്നത്, ആ പ്രശ്നം വന്നത്. ആ പ്രശ്നം ഞാൻ അപ്പൊ ധൈര്യമായിട്ട് ആ ഈശ്വരന്റെ വിശ്വാസത്തെ ഞാൻ പൂർത്തീകരിക്കും എന്നൊരു വിശ്വാസത്തോടെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തെയും ധൈര്യമായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നും ടെൻഷൻ അടിക്കണ്ട. നല്ലൊരു വർഷമായിട്ട് 2025 നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലെ. ഇത്രയൊക്കെയാണ് മീനരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത്. ഈ രാശിഫലം കേട്ടു, പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനു മുമ്പായിട്ട് 2 കാര്യം പറയട്ടെ. നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ്? ഇത് പൊതുഫലമാണ് അല്ലെ. നമുക്കൊരു നല്ലൊരു കാര്യം, ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും നോക്കുക. പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷഫലമാണോ നമ്മുടെ രാശി, ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറക്റ്റായിട്ട് ബാധിക്കുന്നത്. നമ്മുടെ ജാതകവും കൂടി നോക്കണം. കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ്, നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ്, ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം, എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ആ സ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചാരം മോശമാണ്, ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും മോശഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മൾ അത് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തതും, നമുക്ക് അതിന്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ. കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കും, ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു. അപ്പം ഇവരെല്ലാം ജാതകം ചിലപ്പം ഒരേ ജാതകമുള്ളവരുണ്ടാകും, പക്ഷെ 2 ക്യാരക്ടർ, 2 സ്വഭാവം, 2 രീതിയിലായിരിക്കും. അപ്പൊ നമുക്കിതിലെല്ലാം അനുസരണപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ്. കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവർ വരുന്ന ചുറ്റുപാട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന്, നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലെ. പക്ഷെ പവേഴ്സ് ക്ലബ് ഞാൻ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാണ്, കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് 1 ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം. അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ, മറ്റ് അനുബന്ധ വെബിനാർസ്, ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കണം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. ഓക്കെ, ഇന്ന ദിവസത്തിന്റെ വെബിനാർ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി അലർട്ട് ആകാൻ പറ്റും. ഇപ്പം നമ്മൾ
പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ജനുവരി 25 ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി. പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട്. പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിനിലേക്ക് നമുക്ക് എന്താണ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എൻ്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി ന്യൂ മെമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് ന്യൂ മെമ്പേഴ്സ് ആകുമ്പോഴത്തേന് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് കൂട്ടായ്മയിലേക്ക് ഈ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു 3 കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിലെ 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ജീവൻ, ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഏതൊരു മേഖല നിൽക്കുന്നവർക്കും, ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും. കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം? പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്ലിയനേഴ്സ് ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക. സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ. നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു വർഷത്തിൽ 2025 എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയുരാരോഗ്യവും സമ്പർത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ.